നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഇന്ന് ഒരു വലിയ ചരിത്ര സംഭവം പോലും കണ്ടു. അമ്മ എന്ന് പറയുന്ന സിനിമ സംഘടനയിലെ ഭാരവാഹികൾ പൂർണ്ണമായിട്ട് രാജിവെച്ച് പോയി, ഒഴിഞ്ഞ് നാണം കെട്ട് മാനം കെട്ട് ഇറങ്ങിപ്പോയ ഒരു അവസ്ഥ കണ്ടു എന്നുള്ളതാണ്. അതിലേക്കൊക്കെ വഴി തെളിച്ച ഒരു ധീര പോരാളി കൂടി ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അമൃത എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞ് അനിയത്തിയാണ്. നമ്മുടെ അനിയത്തിമാരായാലും ചേച്ചിമാരായാലും ഇവർക്കൊക്കെ സിനിമാ മേഖലയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ ഒരു ദൈന്യത, കാരണം പുറം ലോകത്തോട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല പ്രേക്ഷകരും ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന നമ്മുടെ സഹോദരിമാരുടെ ഓരോ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ഇവർ അന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, എന്തുകൊണ്ട് നിയമത്തിന്റെ വഴി പോകുന്നില്ല എന്നുള്ളതൊക്കെ. ഞാനും ജാമിത ടീച്ചർ ആയാലും അതല്ലെങ്കിൽ ഒട്ടേറെ ആളുകളൊക്കെ നൂറുകണക്കിന് കേസുകൾ ഫേസ് ചെയ്ത് പോകുന്ന ആളുകളായതുകൊണ്ട് നമ്മൾക്ക് കേസും കൂട്ടവും ഒന്നും നമ്മളെ പോലത്തെ ആളുകൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു അനിയത്തി ആയാലും നിങ്ങളുടെ ഒരു ചേച്ചി ആയാലും നിങ്ങളുടെ അമ്മയായാലും അവർക്കായിരുന്നു ഈ ഒരു പ്രശ്നം വന്നതെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഈ ബാലിശമായിട്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് ഇരകളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ലൈവ് സെഷൻ തുടങ്ങുന്നത്. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് അമൃത വന്നിട്ടുണ്ട്. രാമസിംഹൻജി കുറച്ച് സമയത്തിനുള്ളിൽ കയറുമെന്നുള്ള പ്രതീക്ഷയാണ്. ടീച്ചറെ, എങ്ങനെയാണ് അമൃതയുടെ വിഷയം? അമൃതയോട് ടീച്ചർ തന്നെ ചോദിച്ചോളൂ, എന്നിട്ട് അങ്ങനെ തുടങ്ങാം നമുക്ക്. ഞാന് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇതൊക്കെ ബൈജു നമ്മുടെ മദ്രസകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഏതാണ്ട് ഒരു പടക്കക്കടയ്ക്ക് തീ കൊടുത്തതുപോലെയായി. അമ്മ പെറ്റ മക്കളെല്ലാം പിഴച്ചു പോയോ എന്ന് ചോദിക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ മദ്രസയിൽ വിടുന്ന കുട്ടികളെ മുഴുവനും ഉസ്താദുമാർ ഉപ്പ് നോക്കുമെന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതുപോലെ 3000 പെണ്ണുങ്ങളുമായി അഴിഞ്ഞാട്ടം, സ്ക്രീനിന് മുമ്പിൽ മാത്രമല്ല അതിന് പിന്നിലും ഇവർ അതിനേക്കാൾ വലിയ കാമവെറിയന്മാരും അഭിനേത്രികളുമാണ് എന്നിവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് കൂടി മദ്രസയിൽ വേണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായിരുന്നാലും മലയാള സിനിമയിലെ താരങ്ങളെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. കാരണം ഓരോ നടിമാരും, പിൻനിര നടിമാരായാലും മുൻനിര നടിമാരായാലും, അവര് വാ തുറക്കുമ്പോഴേക്ക് ഇവർക്ക് ICU ബുക്ക് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇവരൊക്കെ ആശുപത്രിയിലാണ്. നേരത്തെ തന്നെ ആശുപത്രി ബുക്ക് ചെയ്തിട്ട് പിന്നെ മൗനവ്രതത്തിലാണ് ഇവരൊക്കെ. എന്തായിരുന്നാലും ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ ധൈര്യപൂർവം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ എത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം കുറ്റക്കാർ എത്ര ഉന്നതന്മാരായിരുന്നാലും ശരി, അവർക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സമൂഹത്തിന്റെ ഒരു തരം ഒളിഞ്ഞു നോട്ടങ്ങൾ, അവരുടെ രൂക്ഷമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങളോടുകൂടിയുള്ള സംസാരങ്ങൾ, ഇതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് വേണം ഇവർ ഈ യാഥാർത്ഥ്യം തുറന്നു പറയാൻ. ഒന്നാമത് അവർ ഇരകളാണ്. വീണ്ടും വീണ്ടും നമ്മൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നേരത്തെ പറയാതിരുന്നത്? ഒരുപക്ഷെ മദ്രസയിലെ കുഞ്ഞുങ്ങളെ പോലെ ഇന്നലെ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചെറിയ പ്രായത്തിലായിരുന്നു പീഡിപ്പിക്കപ്പെട്ടത്, ആ സമയത്ത് എനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല. പിന്നെ തുറന്നു പറഞ്ഞപ്പോഴൊന്നും ആരും അംഗീകരിച്ചുമില്ല. കാരണം അവരൊരുപാട് ഉന്നതന്മാരാണ്. അതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാർ മുതൽ മുൻനിര താരങ്ങൾ വരെ ലൈംഗിക പീഡനങ്ങൾ അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ ഇന്ന ആളുകൾ കാരണമാണ് എന്ന് തുറന്നു പറയുമ്പോൾ നമ്മൾ അതിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യണം. കാരണം ഇവര് നമ്മുടെ ആരൊക്കെയോ ആണ്. ഒരുപക്ഷെ മകളായേക്കാം, സഹോദരിയായേക്കാം. അങ്ങനെ വേണം നമ്മൾ ഇരകളോടൊപ്പം നിൽക്കാൻ. ഇത് ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാരോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ബംഗാളികൾക്ക് നമ്മൾ പണി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു ബംഗാളി നടി പണി കൊടുത്ത ഒരു മലയാള സംവിധായകനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും ഉണ്ട് ഇത്തരം ചൂഷണങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നത് സിനിമാ മേഖലയിലുള്ള ആളുകളൊന്നും ഇത്തരക്കാരല്ല എന്നാണ്. ഇപ്പോ ലൈംഗിക ആരോപണങ്ങളും അതുപോലെ തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങളും, പെണ്ണാണെങ്കിൽ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ സംബന്ധിച്ച് നമുക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള നമ്മുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനും
അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഇവർക്കൊക്കെ തുറന്നു പറയാൻ ഒരു സാഹചര്യവും ഒക്കെ ഒരുക്കിയത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തില് നമുക്ക് നന്ദി പറയാം. 2017 ജൂലൈ 1-ാം തീയതി ആണെന്ന് തോന്നുന്നു ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് തന്നെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടന്മാരായ ഒട്ടനവധി ആളുകൾക്ക് ഒരുപാട് മാറാരോഗങ്ങൾ പിടിപെട്ടുപോയി. കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, പ്രതികരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവർ തകർന്നുപോയി. നമ്മുടെ സിനിമാ നടൻ സിദ്ദീഖിനാണെങ്കിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു, മകനെ കൊണ്ട് കഴിപ്പിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, ഡോക്ടറാണ്. അവരുടെ കുടുംബം തകർന്നു. എത്ര കുടുംബങ്ങൾ തകർത്തതിന്റെ പ്രതിസന്ധിയാണ് ഇവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മണിയമ്പിള്ള രാജു ആണെങ്കിലും മുകേഷ് ആണെങ്കിലും അവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, എനിക്ക് തോന്നുന്നു മദ്രസയിൽ നിന്ന് സിദ്ദീഖ് കുറച്ച് പാരച്യൂട്ട് വെളിച്ചെണ്ണയുമായിട്ടാണ് സിനിമയിലേക്ക് കയറിയത്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, പഠിച്ചത് അവർക്ക് പാടിയേ പറ്റൂ. ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഇരയാണ് അമൃത. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അനുഭവസ്ഥയായിട്ടുള്ള ഇവരുടെയൊക്കെ എല്ലാ മുഖങ്ങളും അതിന്റെ വൈകൃതങ്ങളും അതിന്റെ അഭിനയങ്ങളും നടനകാന്തിയുടെ വിസ്മയങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം അമൃത. അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതലായി ഈ വിഷയങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് അമൃത തന്നെയാണ്. അമൃത പറയൂ. അമൃത, എങ്ങനെയാണ് അമൃത ഈ ഒരു ചാനലുകളിലൂടെയൊക്കെ നമ്മളിത് കണ്ടതാണ്, എന്നിരുന്നാൽ പോലും നമ്മുടെ കാണാത്ത പ്രേക്ഷകരിലേക്ക് അമൃതയെ കൂടി ഒന്ന് പരിചയപ്പെടുന്ന ഒരു വാക്കുകൾ കൂടി ആവുമല്ലോ. എങ്ങനെയാണ് അമൃതയ്ക്ക് ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്? എങ്ങനെയാണ് അത് ഫേസ് ചെയ്തത്? എങ്ങനെയാണ് അത് തരണം ചെയ്യാൻ പറ്റിയത്? ഞാനിത് 1 വർഷമായിട്ടേ ഉള്ളൂ ഈ മേഖലയിലേക്ക് കേറിയിട്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ക്രൗഡ് വർക്ക് ആയിട്ടാണ് അവിടെ ഇവിടെ നിൽക്കുന്നതും പാസ് ചെയ്യുന്ന റോൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പം നമ്മളിപ്പോ ഏതൊരു ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് മേഖലയായാൽ പോലും നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ ഒരു അഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, ഓക്കെ, നമുക്ക് തരുന്ന പേയ്മെന്റ് മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. എങ്കിൽ പോലും നമുക്ക് പറഞ്ഞിട്ടുള്ള തുക, ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വരുന്ന 2000-3000 ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ നേരിട്ട് കോർഡിനേറ്റേഴ്സിന് കയ്യിൽ കൊടുക്കും. പക്ഷെ നമുക്കത് കിട്ടുന്നത് ഒരു 500 രൂപ എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നത്. അപ്പം അത് പോട്ടെ, നമുക്ക് കുറച്ച് പൈസയാണ് തരുന്നതെങ്കിൽ പോലും നമുക്ക് നമ്മളോട് പെരുമാറുന്ന ഒരു രീതി, ഒരു മനുഷ്യൻ എന്നുള്ള ഒരു വാല്യൂ തരാതെ, കിട്ടിയില്ല, ക്യാഷ് കിട്ടിയില്ല, എന്നാ പൊക്കോ എന്ന് പറയുന്ന ഒരു അടിമകളോട് പെരുമാറുന്ന രീതികൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ അഭിമാനം വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കൂല. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫീൽഡ് നമ്മൾ തുടരണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ മാറി നിന്നൊരു സമയം. അതായത് നമുക്ക് ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ നല്ല ഒരു ഡയലോഗ് സീനോ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ ഞാൻ മാറി നിൽക്കുന്ന എനിക്ക് ഒരു പ്രൊഡ്യൂസറിന് വാട്സപ്പ് ഞാൻ പ്രൊഡ്യൂസറാണ്, ഷൈജു ആണ്, നല്ല ക്യാരക്ടർ റോള് വരുന്നുണ്ട്, അപ്പോ അമ്പത്തേക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ സംസാരിച്ചോളൂ, ഡീറ്റെയിൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവിടെ കോൾ ചെയ്യണം, എന്തായാലും ടെക്സ്റ്റ് ചെയ്യാൻ പറ്റില്ല, കോൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കോൾ എന്താണ്, എനിക്ക് 10 മണിക്ക് ശേഷം കോൾ എനിക്ക് അലൗഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വോയിസ് വിട്ടോളൂ എന്ന് പറഞ്ഞു. വോയിസ് വിട്ടോളൂ, ടെക്സ്റ്റ് ചെയ്യാൻ സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് വിട്ടോളൂ, ഞാനത് ഇയർഫോണിൽ ഞാൻ കേട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എന്താ സിനിമാ കാര്യം പറയാനല്ലേ, വർക്കിന്റെ കാര്യം പറയാനില്ല, അതിനെന്താ, എന്ത് സിനിമയായാലും വർക്കിന്റെ കാര്യമായാലും എന്റെ വീട്ടിൽ 10 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം ഒന്നും സംസാരിക്കാൻ എനിക്ക് അലൗഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വർക്ക് ക്യാൻസൽ ചെയ്യാം, ഈ വർക്ക് വേണ്ട, നമുക്ക് അടുത്ത വർക്ക് പറയാമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവര് ക്ലോസ് ചെയ്തു. പിന്നെ ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെ വീണ്ടും വിളിച്ചു. അമൃത, ഞാൻ അന്ന് വിളിച്ച ഷൈജു ആണ്, പിന്നെ ഒരു വർക്കുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല റോളാണ്, അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് ക്യാരക്ടർ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമൃതയ്ക്ക് പറഞ്ഞേക്കുന്ന തുക എന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. ഡെയിലി 30,000 രൂപ വെച്ചിട്ടാണ് തരുന്നത്. 50,000 രൂപ അഡ്വാൻസ്
തരം എഗ്രിമെന്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എഗ്രിമെന്റ് എപ്പോഴാന്ന് വെച്ചാൽ അമൃത പറഞ്ഞോളൂ എപ്പോഴാ എഴുതണ്ടേ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് സാർ തീരുമാനിച്ചോളൂ, എനിക്ക് എപ്പോഴായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എടാ ഒരു വിഷയം എന്താ വെച്ചാല് അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തയ്യാറാകുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡ് അല്ലേ, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, എന്താ പ്രശ്നം എന്താ. അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും ഡയറക്ടർ സൈഡിൽ നിന്നോ മറ്റാരെങ്കിലും സൈഡിൽ നിന്നോ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്കാനോ കിടക്ക പങ്കിടാനോ ചോദിക്കുകയാണെങ്കിൽ അമൃത തയ്യാറല്ലേ. ഞാൻ അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഈ വക കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമൃത വേണ്ട, ഓക്കെ പ്രശ്നമില്ല, പിന്നെ വേറെ ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ പെൺപിള്ളേർ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അനീതി കാണിക്കുന്നത് പെൺപിള്ളേരോട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആൺപിള്ളേരോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുമോ, പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഈ ഒരു അനീതി ക്രൂരത നിങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ അത് നിങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ തുക പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു നടിയിലേക്ക് മാറുകയാണ്, അപ്പൊ നിങ്ങൾ വേറൊരു ഇനി നിങ്ങൾക്ക് മൂവിയിൽ ചാൻസ് കിട്ടും, നിങ്ങൾ വലിയൊരു ഫേമസ് ആകും, അപ്പോ വലിയ തുക ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാ, ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും തുക ഞങ്ങൾ തരുമ്പം നിങ്ങൾ അതിന് തയ്യാറാവണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ നിങ്ങൾ തുക തരണ്ട, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഭിനയിച്ചില്ല, നിങ്ങൾ തുക തരുന്നത് കൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അയ്യോ അമൃത അത് അങ്ങനെയല്ല, ഫിലിമിന്റെ ഒരു രീതി അങ്ങനെയാണ്, അപ്പോ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായവർ വേറെ ഉണ്ട്, അമൃതയ്ക്ക് ഇങ്ങനെ ഒരു ഈ കഥാപാത്രത്തിന് പറ്റിയ ഒരു ഫേസ് ആണ് അമൃതയുടേത്, അതുകൊണ്ടാണ് അമൃത ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാർക്ക് പിന്നെ അഭിനയിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് അമൃതനെ ഒന്ന് വിളിച്ചു നോക്കിയത്, പക്ഷെ അമൃതയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന്. അപ്പം പറഞ്ഞു അമൃത പിന്നെ ഇനി എന്തെങ്കിലും നല്ല വേറെ എന്തെങ്കിലും റോള് കിട്ടുകയാണെങ്കിൽ അമൃതനെ വിളിക്കുക, ചെറിയ 3000-2000 ഒക്കെ ഡെയിലി വരുന്ന രീതിയിലുള്ള റോള് കിട്ടുകയാണെങ്കിൽ അമൃതനെ വിളിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്തു. അതാണ് ഉണ്ടായത്, ഫസ്റ്റ് ഒരു അനുഭവം ഉണ്ടായത് അതാണ്. ഇത് വെച്ചാൽ അങ്ങനെയാണെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞോളൂ. അന്ന് എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത് എനിക്ക് ഉറക്കമില്ലാത്തൊരു പോലെയായിരുന്നു. കാരണം നമ്മളൊക്കെ പ്രതികരിക്കാന്ന് പറയുമ്പോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടുന്നത് ആരെങ്കിലും നമ്മളോട് ഒരു മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ഇങ്ങനെയല്ല ഉണ്ടാവാറ്. അപ്പൊ വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നു, മാന്യമായ രീതിയിൽ നമ്മളത് അയ്യോ ഞാൻ അത് തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്നത്. നമ്മൾ സ്ത്രീയെ സംബന്ധിച്ചോളം നമുക്കത് ഭയങ്കര വിഷമം തന്നെയാണ്. നമ്മളത് നേരിടുമ്പോഴേ നമുക്കത് മനസ്സിലാവും. മാന്യമായിട്ട് നമ്മളത് ഡീൽ ചെയ്യാന്ന് പറയുന്നത് അത് ഒരാൾക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു പോയത് ഇങ്ങനെയായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഞാൻ ഇത് അമ്മയോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു അമൃത നീ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഏതെങ്കിലും ചാനലിൽ നീ ഒരു വീഡിയോ ചെയ്ത് നീ പോസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാരും ഒന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ എനിക്ക് ഒന്ന് നമ്മളിപ്പോ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കുന്നപ്പോഴത്തേക്കും പൊതുയിടങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾ പ്രതികരിക്കുന്ന സമയത്ത് പലരും നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് വരുമോ, എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ അന്ന് അത് ചെയ്യാതിരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ മേഖലയിൽ ആൾക്കാര് പ്രതികരണമായിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് എന്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു പ്രതികരണം ഇല്ല എങ്കിൽ എനിക്കത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഭവമായി മാറും. അത് എനിക്കത് ഒരിക്കലും ഞാൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ പറ്റിയത് എനിക്കത് വലിയൊരു അഭിമാനം തന്നെയാണ് തോന്നുന്നത്. ഞാനിന്ന് അമൃതയുടെ അമ്മ രാവിലെ ബന്ധപ്പെട്ട സമയത്ത് ടീച്ചർ പറഞ്ഞോ, ചില കാര്യങ്ങൾ കൂടി അമൃത ഒന്ന് കുറച്ചൊരു ക്ലാരിറ്റി വരുത്തണം. ഒന്നാമത്തെ കാര്യം, ആരാണ് ഈ ഷൈജു എന്ന് പറയുന്ന വ്യക്തി? കാരണം പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ, നമുക്ക്
പ്രമുഖരായിട്ടുള്ള സംവിധായകരെ സംബന്ധിച്ചിട്ടല്ലേ അറിയൂ. ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് താങ്കളെ വിളിച്ചത്, ഏത് ലൊക്കേഷനിലാണ് വിളിച്ചത്, ഈ ഇൻസിഡന്റ് നടന്നിട്ട് എത്ര വർഷമാകുന്നുണ്ട്, ഈ സംഭവം അമ്മയല്ലാതെ മറ്റാരെങ്കിലുമായി താങ്കൾ ഈ വിഷയം പങ്കുവച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ വർഷം തന്നെ ഫെബ്രുവരി സമയത്താണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. എന്നോട് പ്രൊഡ്യൂസർ എന്നാ പറഞ്ഞത്. ഒരിക്കലും പ്രൊഡ്യൂസർ നേരിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യത്തിന് പ്രൊഡ്യൂസർ നേരിട്ട് എന്തായാലും ഏത് സിനിമയായിരുന്നു അമൃത? ഏത് സിനിമയായിരുന്നു? അപ്പൊ പ്രേക്ഷകർക്ക് അത് ഊഹിക്കാൻ പറ്റും. അത് സിനിമ ഏതാന്ന് അനൗൺസ് ചെയ്തിട്ടില്ല, പേര് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഓ, അതിനു മുമ്പ് ആളെ കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ അതെ, അത് ടോബിനോ ഓക്കെ ഓക്കെ. നമുക്ക് സോണിയ ചേച്ചിയിലേക്ക് ഒന്ന് പോയിട്ട് വേഗം തിരിച്ചു വരാം. കാരണം സോണിയ ചേച്ചിക്ക് വേറെ നാഷണൽ ചാനലിൽ കയറേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് വേഗം ഒന്ന് പോയിട്ട് വരാം. സോണിയ ചേച്ചിനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ചേച്ചിയുടെ സർവീസും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ പണ്ട് ഞാനൊരു ക്യാൻസർ പേഷ്യന്റിന്, ഒരു കുഞ്ഞു പൈതലിന്റെ കണ്ണിൽ ക്യാൻസർ പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തപ്പോൾ ചേച്ചി അത് തെരഞ്ഞു കണ്ടുപിടിച്ച് എന്നെ ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നേരിട്ട് നടത്തിയ ഒരു സർവീസ് മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് സോണിയ ചേച്ചി. അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ചേച്ചി. കഴിഞ്ഞ ദിവസം നടത്തിയ വലിയൊരു പ്രതികരണത്തിൽ തന്നെയാണ് ഇന്ന് സിനിമാ ലോകം ആടി ഉലഞ്ഞത് എന്നൊക്കെ പറയേണ്ടതുണ്ട്. പക്ഷെ അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ആദ്യം ഞാൻ പറയുകയാണ്. അങ്ങ് സൂചിപ്പിച്ച സിനിമാ നടൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ജയസൂര്യ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് തർക്കം നടന്നു. പിന്നീട് ചേച്ചി അത് ക്ലിയർ ചെയ്തു, ജയസൂര്യ അല്ല എന്നുള്ളത് ക്ലിയർ ചെയ്തു. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ ആരാണ് എന്ന് നമ്മൾ ചോദിക്കുന്നില്ല, ചേച്ചിയുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇരുന്നാലും വലിയൊരു പുകമറ എന്ന രീതിയിൽ വലിയ പ്രചരണ ട്രോളുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്നും സൂചിപ്പിച്ചു എന്നുള്ളൂ. എങ്ങനെയാണ് ചേച്ചി ഇന്നത്തെ ഈ ഇപ്പൊ അമ്മയിലെ എല്ലാ ഭാരവാഹികളും രാജിവെച്ചു, അതുമായി ബന്ധപ്പെട്ട എല്ലാം കൂടെ ചേർക്കുമ്പോഴുള്ള പ്രതികരണം വരും? അത് നമുക്ക് ഈ ഒരു രാജിയായിട്ട് ബന്ധപ്പെട്ട് സന്തോഷമാണ്. പക്ഷെ നമ്മളൊരു സ്ട്രക്ചറിനകത്ത് നിൽക്കുമ്പോൾ ആ സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണ്. അപ്പോ ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ അങ്ങനത്തെ ഒരു മര്യാദയുടെ ഭാഗത്തേക്ക് പോയതിൽ നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ സ്ട്രക്ചറിന്റെ ഭാഗമല്ല. പക്ഷെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പൊ മാധ്യമങ്ങൾ കാണിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഞാൻ ജയസൂര്യ അല്ല എന്നുള്ളൊരു വാക്ക് എന്റെ വായിന്ന് വീണിട്ടില്ല, ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ യൂട്യൂബിൽ അതായത് പ്രൈം ചാനലുകളിലൊക്കെ ഞാൻ എന്താണോ സംസാരിച്ചത് അത് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ഞാൻ കൊടുത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്തത് അവർ ചോദിക്കുന്ന ഈ കുറെ വ്യക്തികളുടെ പേര് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റിന്റെ പേര് അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് ഇപ്പൊ നിങ്ങൾ ആരുടെ പേരും പറയിപ്പിക്കേണ്ട, ഇതാണോ എന്ന് ചോദിച്ചപ്പോ അല്ല, ഇനി ഒരുപാട് ആളുകളുടെ ഇതേപോലെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കും, എനിക്കിതൊന്നും ആണെന്ന് സമർത്ഥിക്കാനും അല്ല എന്ന് പറയാനും ഇപ്പൊ ഞാൻ ആളല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ജയസൂര്യ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നത് മാത്രം എഡിറ്റഡ് ആയിട്ട് വന്നു, ബാക്കി സാധനങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം അവർ പറയുന്നത്, പിന്നെ ഞാൻ തന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയണ്ടെന്നുള്ളതും പിന്നെ ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ആ വ്യക്തിക്ക് ഒരുപാട് വരുന്നത് കൊണ്ട് എനിക്ക് തന്നെ തോന്നി, ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല, ബിക്കോസ് അത് ഇപ്പോഴും സൗഹൃദത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. പക്ഷെ ആ വ്യക്തി അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്ബിഹേവിങ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അത് പറയണം മാധ്യമങ്ങളോട്. അതായത് ഈ സിനിമാ മേഖലയിൽ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നൊരു വെള്ളപൂശൽ വന്നത് കൊണ്ടാണ്, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, തിരുത്തപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ 2013 നടന്നൊരു സംഭവം വീണ്ടും നമ്മൾ ആവർത്തിച്ചത്. അപ്പൊ ഇന്നലെ കൊടുത്ത മാധ്യമത്തിൽ വന്ന അത്രയും ഭാഗം വെച്ചിട്ട് അവർ കൊടുത്തിരിക്കുന്നത് സോണിയ മൽഹാർ നിഷേധിച്ചു, ജയസൂര്യ അല്ല, ആണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചതിന്റെ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഈ ഒരുപാട് സൈബർ ബുള്ളിങ് വരുമ്പോ അത് മോശമാണ്. ഞാൻ എന്താ പറഞ്ഞത്, അവർക്ക് ഫാമിലി ഉണ്ട്, ആ ഫാമിലിയെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾ, അത് ലോക്കൽ ചാനലിൽ നിന്ന് പോയി മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാവരുടെയും അവരുടെ പേജുകളിൽ അത് റിട്ടേൺ മെസ്സേജ് ആയിട്ട് എല്ലാവരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. നാളെ ഇതിനൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടി തയ്യാറാവുകയാണ്. കാരണം ഞാനിപ്പോ ആരോപണത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം ആയിരുന്നു എന്നും എന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ സാധനം വന്നിരിക്കുകയാണ്. അത് എനിക്ക്
സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യം എന്നെ പോലെ നിൽക്കുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ ഞാൻ കാശ് മേടിച്ചു, 10 ലക്ഷം വാങ്ങി, 20 ലക്ഷം മേടിച്ചു, ഈ കിട്ടിയ സമയത്ത് നമ്മൾ ആളാവാൻ വന്നു, ഒരുപാട് സൈബർ ബുള്ളിങ് എനിക്കും കിട്ടുന്നുണ്ട്. ഞാനിതൊന്നും മെയിൻ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ രീതിയിലുള്ള ചവറ് വർത്തമാനങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വീണ്ടും ഇവിടെ നിൽക്കാനുള്ള ആളുകളാണ്. അപ്പൊ നാളെ സിനിമ കിട്ടുമോ കിട്ടൂല എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ അതിനെപ്പറ്റി ബോധേടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒതുക്കലുകൾ നന്നായിട്ടുണ്ടാവുമല്ലോ. ഇത്രയും തുറന്നു പറഞ്ഞുകൊണ്ട് ചെറിയ ബ്ലോക്കേജ് കൊടുത്തപ്പോ തന്നെ ഒതുക്കിയതാണ്. അപ്പൊ പിന്നെ ഇത്രയും ആളുകളെ, വലിയ ആളുകളോടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റേതായ ബുദ്ധിമുട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും, അതൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എനിക്ക് സോറി 2 മിനിറ്റ്സേ ഉള്ളൂ. 8:25 എനിക്ക് NDTV ചേർന്നു, വെരി സോറി. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം ജാമിദ ടീച്ചറും മറ്റേ കുട്ടിയോടൊക്കെ ഹായ്, അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അല്ലാണ്ട് മറ്റേ കുട്ടിയെ എനിക്കറിയില്ല, ടീച്ചറിനെ കുറിച്ച് എപ്പോഴും ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നേരിട്ട് കാണാൻ പറ്റില്ല, എപ്പോഴെങ്കിലും കാണും. അപ്പൊ ആ കുട്ടിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി വരുന്ന തലമുറകൾക്കും ഇപ്പൊ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ട് ഒരു സോണിൽ വർക്ക് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റ് മാത്രമാണ്. അല്ലാതെ ഈ പ്രത്യേക നടനെയോ നടിയോ വേറെ ആരെങ്കിലും കോർണർ ചെയ്തിട്ട് അവരെ നിന്ന് കാശ് വാങ്ങുക, അത്തരം വൃത്തികേടുകൾക്ക് നിൽക്കുന്ന ഒരാളെ അല്ല. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയിൽ അതും വരിക. കാരണം ഞാൻ ഒരു പ്രത്യേക വ്യക്തിയെ പറയുകയോ പറയില്ല എന്ന് അവരോട് പറയുന്നതിന്റെ കാരണം അവർ ഇന്ന ആളാണ്, അതായത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അവരുടെ ഒരു TV-യിലൂടെ അവർക്ക് അത് കാണിക്കണമായിരുന്നു. ഇന്ന ആളാണെന്ന് സോണിയ മൽഹാർ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി നോക്കി. ഞാനപ്പോ പറഞ്ഞു, നിങ്ങൾ എത്ര പറയിപ്പിച്ചാലും ഞാൻ പറയില്ല എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഇന്ന ആളാണോ, ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഓരോരുത്തരുടെ പേര്, അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുടെ പേര് പറഞ്ഞു, മമ്മൂക്കയുടെ പേര്, ദുൽഖർ സൽമാൻ, അങ്ങനെ ആരെല്ലാം പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പറയുന്നു. ഇതിൽ ആരാണെന്നൊന്നും ഞാൻ നിങ്ങളോട് ഇപ്പം റിവീൽ ചെയ്യുന്നില്ല എന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ അവര് തന്നെ ഉണ്ടാക്കി ഒരു വീഡിയോയില്, അത് അവര് എഡിറ്റഡ് വീഡിയോ ആയിട്ട് സാധനം വരുമ്പോ ചോദിക്കുമ്പം ഇത് അവരെന്നോട് ചോദിക്കുന്നത് ജയസൂര്യ ആണോ? അപ്പൊ ഞാൻ പറയുന്നത് ജയസൂര്യ അല്ല, അവിടെ കട്ടാണ്, ബാക്കി ഇപ്പുറം അപ്പുറം പറഞ്ഞതില്ല. അപ്പൊ നിങ്ങൾക്കറിയാലോ യൂട്യൂബർ, അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ അത് ക്ലിയർ ആയി. ഈ സാധനം എടുത്തിട്ടാണ് എല്ലാ ചാനലുകാരും ഇപ്പൊ എന്നെ പ്രൈം ചാനലിൽ നിന്നെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, വെരി സോറി. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ജാമിദ ടീച്ചർ നന്നായിട്ട് സംസാരിക്കും. സോണിയാജി, അങ്ങയുടെ NDTV ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുക. നമ്മുടെ ചർച്ച ലോങ് ചർച്ചയാണ്, 2 മണിക്കൂറോളം ചർച്ചയാണ്. അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറാം കേട്ടോ. 9 മണിക്ക് NDTV, അത് കഴിഞ്ഞ News 18 വരും, അതുകൊണ്ടാണ്. ബൈ. ഓക്കെ, ശരി. ഓക്കെ. അമൃത, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം. കാരണം രാവിലെ അങ്ങയുടെ അമ്മ എന്നെ വിളിച്ച സമയത്ത് എനിക്ക് അപ്പൊ തന്നെ അത് ബോധ്യപ്പെട്ട ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഇട്ടിരുന്നത്. അപ്പൊ തന്നെ ഞാൻ അമ്മയെ തിരിച്ചു വിളിച്ചു. കാരണം നമ്മൾക്കിത് അറിയാൻ പറ്റും. നമ്മളൊക്കെ ഈ കേസിന്റെ മേഖല, ഇപ്പൊ ടീച്ചർക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കേസിന്റെ മേഖലയിലൂടെ പോകുമ്പോൾ ഉള്ള ഒരുപാട് ആകുലതകളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടി മാത്രം, അമ്മ ഇപ്പൊ അച്ഛൻ വിദേശത്താണ് എന്നുള്ളത് അറിയാം, അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് കൂട്ടായിട്ട്. അപ്പോൾ ഇവിടെ പലരും കമന്റ് ഇടുന്ന ഒരുപാട് കമന്റുകൾ ഇവിടെ വരുന്നുണ്ട്. ആ കമന്റിലെ ഒരു കമന്റ് ഞാൻ ഇവിടെ നോട്ടം ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഒന്ന് എടുക്കട്ടെ, ഒരു സെക്കൻഡ് ഉണ്ട്. അതായത് ഇതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതാണ്. രാമചന്ദ്രൻ നായരുടെ കമന്റ് ആണ്. രാമചന്ദ്രൻ നായർ, ശ്രീ രാമചന്ദ്രൻ നായർ, നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു കമന്റ് ഇടുമായിരുന്നു എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം ഇവരുടെ മാനസികാവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ വലിയ തിമിംഗലങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിമിംഗലങ്ങൾ. ഈ തിമിംഗലങ്ങൾ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത അത്ര കണ്ടിട്ടുള്ള ഹിംസ്ര ജന്തുക്കളാണ് എന്ന് നമുക്കറിയാം. ഈ ജന്തുക്കളുടെ മുൻപിൽ നിരപരാധികളായ അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് നമ്മൾ ഈ നിലപാടാണ് എടുക്കേണ്ടതെന്ന് ചോദ്യം തന്നെയാണ്. ഇപ്പോ സോണിയ ചേച്ചി അതല്ലെങ്കിൽ സോണിയാജി പറഞ്ഞ അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്, എന്നിരുന്നാൽ അവരില്ലെങ്കിൽ കൂടി പറയുകയാണ്. കാരണം അമൃത പേര് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്, അതല്ലെങ്കിൽ നമ്മൾ കണ്ടു ഒരുപാട് വ്യക്തമാക്കലുകൾ കണ്ടു, അതിലൊക്കെ കൃത്യമായിട്ട് പേരുകൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം പേരുകൾ പറയാത്തിടത്തോളം കാലം അതൊരു പുകമറ തന്നെയാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതിൽ അമൃതയ്ക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ആ കുട്ടിക്ക് സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്നെ കാസ്റ്റിംഗ് ടൈമിൽ തന്നെ നേരിട്ട ആ ഒരു ദുരനുഭവമാണ് നമ്മളോട് പച്ചയ്ക്ക് പറഞ്ഞത്. അതിന് അവരെ പഴിക്കുന്നതിന് പകരം അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അമ്മ എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായിട്ട് പിരിച്ചുവിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും തീയില്ലാതെ പുകയുണ്ടാവും എന്ന് ചോദിച്ച പോലെ തന്നെ തീ ഉണ്ട് എന്നുള്ളതും പുക വന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല സിനിമാ മേഖല തന്നെ ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള മാഫിയകളാണ് കൈയടക്കിയിരിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള പല മാഫിയകളുടെ പേരുകളും ഒക്കെ ഉയർന്നു കേൾക്കുന്നത് നമ്മൾ അറിയാം.
അവരുടെ വസ്തുതകളൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് പഴിക്കുന്നതിന് പകരം അവർക്ക് പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് കുറ്റപ്പെടുത്താതിരിക്കുക എന്നൊരു അഭ്യർത്ഥനയുണ്ട് മാന്യ പ്രേക്ഷകരോട്. കാരണം നമ്മുടെ ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് തന്നെയാണ് ഇപ്പൊ അമൃത നേരത്തെ സൂചിപ്പിച്ചു, ഞാനിത് തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം, ആ ഭയം ഒരു സാധാരണ പെൺകുട്ടിക്ക് ഉണ്ടാവുക, ഒരു കുടുംബത്തിനുണ്ടാവുക എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ അവനവന്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ, കണ്ടവന്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല സുഖം എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെ പ്രകടിപ്പിക്കാതിരിക്കുക. ഇത്തരത്തിൽ തന്റെ ഇടത്തോടു കൂടി ധൈര്യത്തോടു കൂടി വന്നിട്ടുള്ള ആളുകൾ, അതിലൊരുപാട് പാഴുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവര് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഉന്നയിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ജെന്യുവിൻ ആയിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ കൃത്യമായിട്ട് പേര് സഹിതം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് അമൃതമാർക്ക് സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അമൃത എവിടെയാണ് നിർത്തിയത് വെച്ചാൽ കുട്ടി അവിടെ നിന്ന് തുടങ്ങിക്കോളൂ. നമ്മുടെ ഒരു കുഞ്ഞ് അനിയത്തിയായിട്ട് കണ്ടതുകൊണ്ടാട്ടോ ഇങ്ങനെ പ്രതികരിക്കുന്നത്. പറഞ്ഞോളൂ ബാക്കിയുടെ. എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാല് ഒരു സെക്കൻഡ് അമൃത. ഇപ്പൊ അമൃതയോട് ഈ രൂപത്തിൽ ഒരു അപ്രോച്ച് ചെയ്ത ഉടനെ തന്നെ അമൃതയ്ക്ക് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യാഷ് വേണ്ട, പണം തരുന്നത് കൊണ്ടാണല്ലോ എന്നോട് അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. വേണ്ട, എനിക്ക് പണം വേണ്ട, ഞാൻ സൗജന്യമായിട്ട് വന്ന് അഭിനയിച്ച് തരാം എന്ന് പറഞ്ഞു. ഒന്ന്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. രണ്ട്, ഇതാരെയെങ്കിലും അറിയിക്കണമല്ലോ, അതിന് കൺഗ്രാറ്റ്സ്. ഇതാരെയെങ്കിലും അറിയിക്കണം. അതിന് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇൻഫ്ലുവൻസേഴ്സ്. അതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കാം എന്നതുവരെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഉദ്യമം പിന്നീട് തുടർന്നോ, അതല്ല ആ ഉദ്യമം ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചെങ്കിൽ ആരെയെങ്കിലും ഭയന്നിട്ടാണോ? ഇനി ഉണ്ടാകുന്ന കരിയറിനെ സംബന്ധിച്ച് വിഷമിച്ചോ? അതിനെ സംബന്ധിച്ച് ബാക്കിയൊന്ന് പറയാമോ? ആ ഉദ്യമം ഞാൻ തുടർന്നിട്ടില്ല. ഞാൻ പിന്നെ ആ വ്യക്തി പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പിന്നെ എന്താ നമ്മളെ പിന്തുടർന്ന് ഇതാക്കുന്ന രീതിയിൽ ആ വ്യക്തി എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വേറെ എനിക്ക് ഇനി എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ബന്ധപ്പെട്ട ആൾക്കാരെ, നമുക്ക് നമ്മളായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ, സിനിമാ മേഖലയിൽ തന്നെ നമുക്ക് നല്ല നല്ല വ്യക്തികളുണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇനിയുള്ള നീക്കങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തന്നെ മെയ് മാസത്തിൽ എനിക്ക് അങ്ങനെ വേറൊരു കോൾ വന്നായിരുന്നു. രാഹുൽ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ രാഹുൽ അല്ല, വേറൊരു നെയിം അയാൾക്കുണ്ട് എന്നുള്ളത് എനിക്കത് മനസ്സിലായി. ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പം അയാള് പറഞ്ഞത് ഇതേപോലെ തന്നെ ഒരു റോളുണ്ട്, എനിക്കൊരു ചേച്ചിയാണ് നിന്റെ നമ്പർ തന്നത്, ആ ചേച്ചിക്ക് ഞാൻ നല്ലൊരു റോള് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പെൺപിള്ളേരെ സജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അവര് നിന്റെ നമ്പർ തന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓക്കെ, എന്താണ് റോള്, ഏതാ മൂവി എന്നൊക്കെ ചോദിച്ചു. അപ്പം മൂവിയുടെ പേര് എന്നോട് പറഞ്ഞില്ല. നിവിൻ പോളിയുടേതാണ്, കോളേജ് വർക്കാണ്, കുറച്ച് അധികം ഡേയ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ക്യാരക്ടർ റോളാണ്, ഡയലോഗ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു എടാ അത് പിന്നെ എന്റെ പൊന്നെ അമൃത, ഞങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, ദയവേത് അങ്ങനെയൊന്നും ചോദിക്കല്ലേ. പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും, ഞങ്ങൾ സൂപ്പർ ശരണിയിൽ വർക്ക് ചെയ്ത ക്രൂവിൽ പെട്ട ആൾക്കാരാണ്, അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല, എന്റെ പൊന്നമൃത നീ അങ്ങനെയൊന്നും പറയില്ലേന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റേസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യം എന്താ, നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യമേ ചോദിച്ചറിയുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എടാ അങ്ങനെയൊന്നും ഇല്ല, നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എന്റെ ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ, സെലക്ട് ആണെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യ്, എന്തായാലും ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവര് പറഞ്ഞു എടാ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ സെലക്ട് ആണ് കേട്ടോ, അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, എന്തായാലും അമൃത ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം, പിന്നെ വേറെ മറ്റേ തമിഴിലേക്കൊക്കെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അതിലേക്കൊക്കെ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 കുട്ടികളെ വിളിച്ചു. അപ്പൊ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ തയ്യാറാണോ വെച്ചു. അപ്പൊ അവര് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു. ഞാൻ എന്നിട്ട് അവർക്ക് നമ്പറും ഫോട്ടോയും അവർക്ക് അയച്ചു കൊടുത്തു. അവരെ നേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ കക്ഷിയോട്, രാഹുൽ എന്ന് പറയുന്ന ഈ കക്ഷിയോട് വിളിച്ചോളാൻ വേണ്ടി പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു എന്റെ പിള്ളേരാണ്, എനിക്ക് അറിയാവുന്ന ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാവുന്ന പെമ്പിള്ളേരാണ്, അവരെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത്. കാരണം ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യം അങ്ങനത്തെ തമിഴിലേക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചോദിക്കും. അപ്പൊ അങ്ങനത്തേലേക്കൊന്നും കൊണ്ടുപോകരുത്. കാരണം അവർ അങ്ങനെ പോകുന്ന ആൾക്കാരല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഓക്കേടാ ഞാൻ നോക്കിക്കോളും, ഞാനല്ലേ കൂടെ ഉണ്ടാവുന്നത്, അത് നിങ്ങൾക്ക് ഒരു പോറൽ ഏൽക്കാതെ ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പെൺപിള്ളേരെ വിളിച്ചു, അവര് ഡീൽ ഓക്കെ ആക്കി, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ അവരെ വിളിച്ചായിരുന്നു, പാവം പെമ്പിള്ളേരാണ്, പിന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഈ ടൊവിനോടെ ഈ നിവിൻ പോളിയുടെ ഈ മൂവിയിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവര് ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടീമാണ്, വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ക്രൂ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ എന്തിനാ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒഴിവാക്കി കൊടുത്തു എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ഈ പെമ്പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇവര് ഉഡായിപ്പാണോ നമുക്ക് ജെന്യൂൻ ആണോ നമുക്ക് അറിയൂല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്ക്, ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്ക്, കുറച്ച് ദിവസം നീട്ടി സംസാരിച്ചോ, നമുക്ക് ഇവരെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ നമുക്ക് അത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് വീണ്ടും രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എങ്ങാനും അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ, തമിഴിലൊക്കെ കാസ്റ്റ് ചെയ്യുന്നതല്ലേ, അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവര് തയ്യാറാവൂ എന്നൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കൂട്ടിക്കൊടുപ്പുള്ള പണിയില്ല, ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാന്ന് പറയുന്നത് എനിക്ക് എന്റെ സംസ്കാരത്തിൽപ്പെട്ട കാര്യമല്ല, ഞാൻ അതൊരിക്കലും ചോദിക്കൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എടാ ഈ ഒന്ന് ചോദിക്കുക, അതാ മറ്റേ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയി. അപ്പോഴേക്കും ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ വാട്സപ്പിലൊക്കെ പ്രൊഫൈൽ ഇമോജി, മറ്റേ ആംഗ്രിയുടെ ഇമോജി വെക്കുന്ന ഒരു ശീലമുണ്ട് പ്രൊഫൈലില്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദേഷ്യം വരുമ്പോഴത്തേക്കും ഞാൻ അത് വെക്കും. പക്ഷെ ആ ഒരു ടൈമിലെങ്കിലും അത് ഒഴിവാക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇയാൾ അത് സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ മെന്റലി എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഒരു ഇമോജി അവിടെ ഇട്ടു. അതിട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വാട്സപ്പിൽ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ ഒന്ന് മടിച്ചു എന്നോട് സംസാരിക്കാനൊക്കെ. അപ്പം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറൊരു രാഹുൽ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് തൃശ്ശൂരുള്ള ഒരു ആളാണ്. അപ്പൊ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു രാഹുൽ എന്ന് പറയുന്നുള്ള ഒരു പിന്നെ ആളിങ്ങനെ വിളിച്ചിട്ടുണ്ട്, സൂപ്പർ ശരണ്യയിലെ ക്രൂ ആണെന്നാ പറഞ്ഞത്, ചേട്ടൻ എന്തെങ്കിലും അറിയോ ഇവരെ പറ്റി? സൂപ്പർ ശരണ്യയിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് അറിയാലോ, അതിലുള്ള ക്രൂവിനെ എനിക്ക് അറിയാലോ, ഞാൻ നേരിട്ട് അവരടുത്ത് ഞാൻ ചോദിച്ചറിഞ്ഞോളെ ആരാ എന്താന്നൊക്കെ, ഇയാളുണ്ടോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ അവർ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്റെ പൊന്നമൃതേ, അവരൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ അങ്ങനെ ഒരു പയ്യനുണ്ടെങ്കിൽ അയാള് വളരെ ശ്രദ്ധിക്കേണ്ട ആളാണ്. പിന്നെ ഇങ്ങനെ പെൺപിള്ളേരെ വിളിച്ചിട്ട് ഇങ്ങനെ ട്രാപ്പിലാക്കുക, പിന്നെ പ്രേമത്തോടെ സംസാരിക്കുക, നീ എന്റെ അല്ലേ, പിന്നെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, നിനക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിൽക്കുക, എന്നിട്ട് അവരെ ട്രാപ്പിലാക്കുക, ഒരു തെറ്റും ചെയ്യാതെ പെൺപിള്ളേരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാക്കുക, ഇവന്റെ കൺട്രോളിൽ റൂം എടുത്തു കൊടുക്കുക, ഇവനാണ് കൺട്രോൾ ചെയ്യുക, മേലുള്ള ആൾക്കാരായിട്ട് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കൂല. ഇവൻ കൊണ്ടുവരുന്ന പെൺപിള്ളേരെ ഇവന്റെ കൺട്രോൾ വരുത്തിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുക എന്നുള്ള, പെൺപിള്ളേർക്ക് മൊത്തം മോശപ്പേര് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറ, അവനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത് ഞാൻ എന്ത് ചെയ്തു, പെൺപിള്ളേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു, ഈ വോയിസ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ എന്ന് പറയുന്ന ഈ കക്ഷി പേര് രാഹുൽ ആണോ എന്ന് പോലും ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പം ഈ ഒരു സംഭവം പ്രതികരണം വന്നപ്പോഴത്തേക്കും സുപ്രഷനിൽ വർക്ക് ചെയ്ത ക്രൂവിലുള്ള 2-3 രാഹുലുണ്ട്. അപ്പൊ ഇവരാരും അല്ല എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി. കാരണം ആ രാഹുൽ അല്ല ഈ ഇതിൽപ്പെട്ട രാഹുലൊന്നും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവര് എന്നെ വിളിച്ചു, കാരണം നമുക്കറിയാലോ ആ സെയിം സൗണ്ട് അല്ല ഈ സൗണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളല്ല ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ല, വേറെ ആളാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രാഹുൽ ആയിരിക്കില്ല, വേറെ ആരും ആണ്, വേറെ ഏതോ പേരുള്ള ആളാണ് എന്നുള്ള രീതിയാണ് എനിക്ക് കിട്ടിയൊരു ഇത്. അപ്പം ഇത് ആരാണ് കറക്റ്റ് ആരാണ് എന്നുള്ള എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അതിന്റെ ഒരു വാശിയാണ്. ഇതിനെതിരെ എനിക്ക് അയാൾക്കെതിരെ എന്തായാലും ഞാനൊരു പരാതി എന്തായാലും മൊഴി ഞാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണുള്ളത്, തീരുമാനത്തിലാണുള്ളത്. ഓക്കെ.
ഓക്കെ. രാമസിംഹൻജി, അങ്ങയോട് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോ AMMA എന്ന് പറയുന്ന ആ ഒരു സംഘടന, അമ്മ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ അമ്മയും പെങ്ങന്മാരും മക്കളും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ദുരുപയോഗപ്പെടുത്തണ്ട. നമുക്ക് AMMA എന്ന് തന്നെ പറയാം. ഇനി വേറെ വല്ല കോഴിക്കോട് എന്നോ അത് തിരുത്തി പറഞ്ഞാലും മതി. എന്തായാലും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആരും ചോദിക്കേണ്ടതില്ല. സാർ, പല ആരോപണങ്ങളും വന്ന സമയത്തൊക്കെ ഇപ്പോ ഈ പറയുന്ന സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ വെള്ളക്കുപ്പായം ഇട്ട് വന്നുകൊണ്ട് വെളുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിനിമയിൽ ഇങ്ങനെ ഇല്ല എന്നുള്ളത്. അതിനെ സാധൂകരിക്കാൻ വേണ്ടി ജോമോൾ അടക്കമുള്ള സിനിമാ നടിമാരെ ഇരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല മഞ്ജു വാര്യർ അടക്കമുള്ള സ്ത്രീകളെ കൊണ്ട് മുൻപ് പറയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സിനിമയിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ അതിനെ ഒരു ലഘൂകരിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ ഉണ്ടോ സാർ ഇത്? അത് എങ്ങനെയാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സിനിമയിൽ ഇത് ഉണ്ട് ബിജു. ഇത് സിനിമ തുടങ്ങിയ കാലത്ത് അന്ന് മുതലാളി എന്നാ വിളിക്കുക. സിനിമയുടെ പ്രൊഡ്യൂസർമാരെ മുതലാളി എന്നാ വിളിക്കുക. ഈ മുതലാളിമാരെയാണ് അന്ന്, മുതലാളിമാരെ തൃപ്തിപ്പെടുത്തിയാലേ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ഒരു അനുഭവം, ഞാൻ 77 മുതൽ സിനിമയിലുണ്ട്. ഇപ്പൊ നല്ല സിനിമയിൽ ഞാൻ ബാലനടനായിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയിൽ കൂടുതലും കിളവികളെ ഉണ്ടായിരുന്നു. ലളിത ചേച്ചി, കവിയൂർ പൊന്നമ്മ, പിന്നെ അങ്ങനെയുള്ള പ്രായം. അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നു. സിനിമയിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ സിനിമയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ വരുന്ന ആർട്ടിസ്റ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ, അതായത് അന്ന് ഇപ്പൊ നമുക്ക് വേശ്യകൾ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് വേശ്യയെ പോലെ ആവുന്നതിന് പകരം ഈ സിനിമയിലൂടെ വേശ്യാവൃത്തി നടത്തുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നതിൽ ആർക്ക് വിഷമം തോന്നരുത്, അങ്ങനെ ഉണ്ടായിരുന്ന സമൂഹമുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ, കാരണം അവർക്ക് വലിയ കഴിവൊന്നുമില്ല, പക്ഷെ അവർ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ചലിക്കും. അതിൽ നിന്ന് ജീവിച്ച് പണം ഉണ്ടാക്കി കുടുംബം പോറ്റുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം നമുക്ക് അവരൊന്നും പേര് പറയാൻ പറ്റില്ല, അങ്ങനെ ജീവിച്ച് വന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഭാഗമായിട്ട് അന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് സെറ്റ് പ്രോപ്പർട്ടി എന്നാണ്. തുറന്നു പറയാലോ, സെറ്റിലേക്ക് ഒരു പ്രോപ്പർട്ടി എടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവരൊക്കെ ചെയ്യുന്നത്. സെറ്റ് പ്രോപ്പർട്ടികൾ അവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവരാരും അങ്ങനെ. പക്ഷേ അത് കഴിവുള്ള ആർട്ടിസ്റ്റ്, നേരത്തെ വരുന്ന ആർട്ടിസ്റ്റിനോട് ഈ രീതിയിൽ ആര് പെരുമാറണം, അത് അടുത്ത കാലത്താണ് ഈ പറയുന്ന മൊരട്ട് സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത്. നമ്മളൊക്കെ പറയും ഒരു പെണ്ണിന്റെ കണ്ണിനീര് വീണ് കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ പറയുന്നത്, ഒരു സ്ത്രീയുടെ കണ്ണുനീര് വീണാൽ, ഞാൻ അറിയപ്പെടുന്ന പല നടികളും എൻ്റെ അടുത്ത് നമുക്ക് പേര് ബിജുവിന് അറിയില്ല, പേര് പറയാൻ പറ്റില്ല, അവരൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ബിജു എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ പറഞ്ഞത്, അവരെ അണ്ടർവെയർ ഇടാൻ സമയം കൊടുക്കൂല. അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് അവരാദ്യം വന്ന അത്രമാത്രം ക്രൂരമായിട്ട് ഇതില് നമുക്ക്, അതായത് ഈ പറയുന്ന പല രോഗികളായിട്ടുള്ള നടന്മാരും സംവിധായകരും ഉണ്ട്. നമുക്ക് രോഗികളായിട്ട് ചിലര് തങ്ങളുടെ ഈ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ആയ കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സും പെർവേർട്ടഡ് ആയിരുന്നു. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ പാരമ്പര്യം പേറുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും. ഇപ്പം ഈ പ്രതിയായിട്ട് വന്നതൊക്കെ കിളവന്മാരാ കൂടുതലും. ചെറുപ്പക്കാരെക്കാളും കൂടുതൽ വരുന്നത് കിളവന്മാരാ വരുന്നത്. കാരണം അതിന്റെ പാരമ്പര്യമായിട്ട് വന്ന ഒരു മനസാക്ഷിയും ഇല്ലാതെ തങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന, നമുക്കറിയാം പരസ്പര ബോധ്യത്തോടു കൂടി പലരും പരസ്പരം ഇത് ബന്ധപ്പെടുന്നതിന് ആരും ഒന്നും പറയില്ല. പക്ഷെ ഒരു 10-16 വയസ്സുള്ള കുട്ടികളോട് കാണിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം, കുറച്ച് സമയം എടുക്കും ബിജു പറയാൻ. കാരണം ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ് 2 പേര്. അപ്പൊ ആർട്ടിസ്റ്റ് ജയചേട്ടനുണ്ട്, മറ്റേ ഇന്നസെന്റ് ചേട്ടനുണ്ട്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റ്. അപ്പൊ അതിലേക്ക് വേണ്ടത് കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സിനിമ ഷൂട്ടിങ്ങിന്റെ തലേന്ന് ബോംബെയിൽ നിന്ന് ഒരു കൊച്ചു കുട്ടിയും കൊണ്ട്, 10-17 വയസ്സുണ്ട്, അച്ഛനും അമ്മയും വരിക. അച്ഛനും അമ്മയും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ആദ്യമേ പറയുന്നത്, ഒരു പെട്ടി ചുരിദാർ കൊണ്ടുവന്നിട്ട് ഞങ്ങള്
ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് സാറ് നോക്കി. അപ്പൊ ഞാൻ ചോദിക്കുക എന്താണ്? അപ്പൊ ഇതിൽ ആകെ ഒരു അനിയത്തി ക്യാരക്ടറേ ഉള്ളൂ ഇതിൽ, അല്ല ഹീറോയിനാണ്. അവന് ആര് പറഞ്ഞ ഹീറോയിനാണ്? അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫ്രോഡ് പ്രൊഡ്യൂസറിൽ ഒരാള് അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപ 90കളിലാണ് 1.5 ലക്ഷം രൂപ ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ നായികയാക്കാൻ. ഞാൻ ആകെ ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ ഞാൻ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഡയലോഗ് പറയാൻ അറിയില്ല, ഒന്നുമില്ല, ഈ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇതിൽ ചെറിയ എന്തെങ്കിലും ചെയ്യിച്ചു വിട്ടാ, നിങ്ങൾ ഈ കുട്ടിയെ വഷളാക്കരുത്. പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടിയാണ്. കഷ്ടി 16 വയസ്സ്, എനിക്ക് അത്രേ തോന്നുള്ളൂ. എന്റെ മോളെ പോലെ തോന്നി എനിക്ക് കണ്ടിട്ട്. ഞാൻ ഈ അച്ഛനെ അമ്മയെ മാറ്റി നിർത്തി പറഞ്ഞു, ഈ കുട്ടീനെ ഒന്നും സിനിമയിൽ ഇങ്ങനെ വിടരുത് നിങ്ങൾ. ഈ കുട്ടിക്ക് ആഗ്രഹമുള്ളൂ, കുട്ടി കഴിവുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 2 സീന് എഴുതി ചേർത്തിട്ടെങ്കിലും ഞാൻ ചെയ്യിക്കായിരുന്നു. കുട്ടിക്ക് ഒട്ടും കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ കുട്ടിയും കൂടി തിരിച്ചു പോയിക്കോളൂ, സിനിമ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. ഇയാൾ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായി. പ്രൊഡ്യൂസർ തല്ലിയൊക്കെ ചെയ്തു. ഈ ബഹളം മഹാറാണിയിൽ വെച്ചാ സംഭവിക്കുന്നത്. ഈ ബഹളം താഴത്തെ വേറെ സിനിമക്കാർ കേട്ടു. അവർ ഈ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ മോൾക്ക് ചാൻസ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഇതല്ല, നിങ്ങൾ നാളെ വന്നോ ഞങ്ങളുടെ കൂടെ ഈ കുട്ടീനെ ഊട്ടിയിലേക്ക് കൊണ്ടു. ഈ 16 വയസ്സുള്ള കുട്ടീനെ എൻ്റെ അടുത്ത് അമ്പിളിച്ചേട്ടൻ വന്ന് പറഞ്ഞു, അലിയേ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ട് ഇഞ്ചിഞ്ചായിട്ട് എൻ്റെ ഒരു അനിയനുമുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്, ആ അച്ഛനോടും അമ്മയോടും മാറ്റി നിർത്തി പറഞ്ഞതാണ്, കൊണ്ടുപോകല്ലേ നിങ്ങൾ പൊയ്ക്കോ, വേണമെങ്കിൽ ഞാൻ ആ 1.5 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിച്ചു തരാം, പ്രൊഡ്യൂസർ അടുത്ത് നിന്ന് വാങ്ങിച്ചു തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ചില അമ്മമാരുണ്ട് മക്കളെയും കൊണ്ട് നടക്കുന്ന അമ്മ, ഇതൊക്കെ സത്യമാണ് അതിന്റെ സിനിമയുടെ ഒരു ഭാഗമായിട്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഉള്ളത് ഒരു സിനിമാക്കാരായിരിക്കണം നിർബന്ധമില്ല. പലരും വെളിച്ചപ്പാട് ഒരു ക്യാമറ ആയിട്ട്, കാരണം ഈ ഡിജിറ്റൽ ക്യാമറ വന്നപ്പം ഇത് എവിടുന്നും കിട്ടുന്ന ക്യാമറ ആയിരിക്കും, അതെടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ സിനിമയായി. അപ്പോ അങ്ങനെ ഒരു ചെറിയ ക്യാമറ എടുത്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ. എൻ്റെ ഒരു സുഹൃത്ത് 2 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്തു. ഒരു നാടകം നടന്നായിരുന്നു. ഇയാളെ പിടിച്ച ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തോളൂ, സിനിമ ഡയറക്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന്റെ കെയറപ്പ് വെച്ചിട്ട് ഇഷ്ടംപോലെ പെമ്പിള്ളേരെ വിളിച്ചു കെട്ടി 1 മാസത്തെ റിഹേഴ്സൽ, സിനിമയ്ക്ക് റിഹേഴ്സൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അവസാനം ഈ പെൺകുട്ടികളെല്ലാം കൂടി അവസാനം പ്രശ്നമായി, സിനിമ നടക്കുന്നുമില്ല. അവര് പോലീസ് കംപ്ലൈന്റ് ചെയ്തു. സംവിധായകൻ പോയിട്ട് നമ്മൾ പുഴയെ ചാടി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ സിനിമയിലുണ്ട്. അത് ഈ വലിയ സിനിമയിലും ചെറിയ സിനിമയിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ നടക്കില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വരുന്ന കുട്ടികൾക്ക് പ്രിക്കോഷൻ ഞാൻ പറയും. നമ്മൾ വരുന്ന കുട്ടികളോട് പറയും, ഇത് ഏത് ഭാഗത്തുനിന്നും ഉണ്ടാവാം. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ഉണ്ടാവാം, പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ടാവാം, ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുണ്ടാവാം. അപ്പൊ ഇതിനെ അതിജീവിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിൽക്കാവുള്ളൂ. ആരും ചോദ്യം തിരിച്ച് അടി കൊടുക്കണം. അപ്പൊ അതിനൊരു സപ്പോർട്ട് കൊടുക്കണ്ടേ? ഈ കുട്ടിക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ആളുണ്ടാവില്ല സെറ്റില്. എല്ലാരെയും വിഷയമായിട്ട് കാണുന്നവര് ഈ വരുന്ന ആൾക്കാരെ മുഴുവൻ ആ രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അതായത് ഇതിൽ ഏറ്റവും ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ മാനേജർമാര്, എക്സിക്യൂട്ടീവുകൾ, അവരെ കയ്യിലാണ് ഈ ഫോട്ടോസ് ഉണ്ടാവുക. സാറേ ഇത് മതിയോ? അപ്പൊ പ്രൊഡ്യൂസർക്ക് കിട്ടുമോ, നടക്കുമോ, അഡ്ജസ്റ്റബിൾ ആണോ? അപ്പൊ ഇവർക്ക് ഈ പ്രൊഡ്യൂസറെ പിടിക്കാനും ഈ സിനിമ നടക്കാനും വേണ്ടിയിട്ടുള്ള എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടീസ് ആണ് ഈ പെൺകുട്ടികൾ. ഷൂട്ടിങ്ങിലേക്ക് എത്തിക്കാനുള്ള, ഈ പ്രൊഡ്യൂസറെ ഇതിലേക്ക് വലിച്ചിടാനുള്ള ആദ്യത്തെ മരുന്ന് പെൺകുട്ടികളാണ്. അങ്ങനെ ഉപയോഗിച്ച ഇപ്പൊ നമുക്കൊക്കെ ബിജു, ഞാനിപ്പോ സിനിമയിലാണ്ട് 10-14 കൊല്ലായി. എന്നോട് ചോദിക്കും, സാറിന് അനൗൺസ് ചെയ്ത് ഇഷ്ടം പോലെ കുട്ടികൾ വരുമല്ലോ, നമുക്ക് സിനിമ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ഇഷ്ടം പോലെ സിനിമ ഉണ്ടാക്കുന്നവരുണ്ട്, പണം ഉണ്ടാക്കുന്നവരുണ്ട്, ഈ പുതുമുകളെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നവരുണ്ട്, ലക്ഷങ്ങൾ മേടിച്ചിട്ട് ചെയ്യുന്നു.
ഇപ്പൊ സിനിമ ഒരു ക്രേസ് ആയിട്ട് ഭാര്യയുടെ താലി വേണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പാട്ട് എഴുതിയ ആളെ എനിക്കറിയാം. പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അയാൾ 1 ലക്ഷം രൂപ കൊടുത്തു, ഒരു പാട്ട് എഴുതി കിട്ടാൻ സിനിമയിൽ. അപ്പൊ അത്രയും ക്രേസ് ആയിട്ട് വരുന്നവരെ ഇവർക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഇത് ക്രേസ് കുത്തിട്ട് വരുന്നത്. പിന്നെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് അല്ലാത്തതാണെങ്കിലോ അവരിതേപോലെ പറയും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, ജീവനെ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ സിനിമ വേണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം. നല്ല ആൾക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പ്രയത്നിക്കുകയാണെങ്കിൽ അവർക്ക് വർക്ക് കിട്ടും. അത് കുഞ്ഞു വേഷം. ഈ ഒന്നാമത്തത് ഈ പറയുന്ന എക്സ്ട്രാ പണി ഉണ്ടല്ലോ, ഇത് 2000 ഇവർക്ക് 2000 രൂപ വാങ്ങിയിട്ട് 500 രൂപ കൊടുക്കുക. അപ്പൊ എക്സ്ട്രാ ആയി. രാമസിംഹൻജി, ഇപ്പൊ പ്രധാനമായിട്ടും അമൃത 1 വർഷം സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയോട് ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചോദിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ? അതുകൊണ്ടാണ് അതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് അറിയേണ്ടത്. അത് ചോദിക്കാം. 2,40,000 രൂപയാണ് ഈ പെൺകുട്ടിക്ക് വേതനം നിശ്ചയിച്ചത്. അപ്പോ അമൃത പറയുന്നു, എനിക്ക് ആ പൈസ വേണ്ട, ആ പൈസയ്ക്ക് വേണ്ടിയാണ് അഡ്ജസ്റ്റ്മെന്റിന് പറയുന്നതെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ചു തരാം, താങ്കൾക്ക് ഇനിയും തമിഴ് സിനിമയിലേക്കൊക്കെ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരുപക്ഷെ വീഴ്ത്താൻ വേണ്ടി ഇല്ലേ, ഇറച്ചി കഷ്ണം കാണിച്ചിട്ട് പട്ടിയെ വലിയ 2 ലക്ഷം ആരും കൊടുക്കില്ല. ഒരു പുതിയ കൊടുക്കില്ല. ശരി, 400 രൂപ എനിക്ക് ആദ്യം സിനിമ. രാമസിംഹൻജി, ചോദിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരുപാട് മുൻനിര നായകിമാർ ആദ്യത്തെ കാലഘട്ടത്തിൽ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞല്ലോ അത്തരം അനുഭവങ്ങളുണ്ട്. അവർക്ക് പണം കിട്ടി, പേര് കിട്ടി, പ്രശസ്തി കിട്ടി, ഒരുപാട് അവസരങ്ങൾ കിട്ടി. അത് കിടന്നു കൊടുത്തത് കൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. ഇനി അങ്ങനെ ദുരനുഭവമുള്ള അത്തരക്കാരൊന്നും ഇതുവരേക്കും പ്രതികരിച്ച് കണ്ടില്ല ശക്തമായ രൂപത്തിൽ. അതെന്തുകൊണ്ടാണ് എന്നതാണ് ഒന്ന്. 2, സിനിമ എല്ലാവർക്കും പാഷനായി മാറിയിട്ടുണ്ട്. സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം എന്ന് പറഞ്ഞു വരുന്ന നമ്മളൊക്കെ പെൺമക്കളുള്ള ആളുകളാണ്. നമുക്കും ഇതേ പ്രായത്തിലുള്ള മക്കളുണ്ട്. അപ്പൊ അത്തരം മക്കളോട്, ആ മക്കളോട്, സിനിമയിലേക്ക് വരുന്ന മക്കളോട് താങ്കൾ ഒരുപാട് വർഷത്തെ 77-ലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് താങ്കൾക്ക്. അങ്ങനെ ഒരു പിതാവ് എന്ന നിലയിൽ, അതിലുപരി ഒരു സംവിധായകൻ എന്നതിലുപരി, അതിലുമൊക്കെ ഉപരി സിനിമക്കാരൻ എന്ന രൂപത്തില് താങ്കൾക്ക് എന്താണ് ആ വരുന്ന യുവനിര താരങ്ങളോട് പറയാനുള്ളത്? 2 കാര്യം. ഒന്ന്, നമ്മളുടെ അടുത്ത് ഒരാള് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് ആദ്യം അന്വേഷിക്കണം. പിന്നിൽ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം അവരെ കുറിച്ച് നമ്മളൊരു പഠനം പുറത്തു നടത്തണം. ഇപ്പം എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സുന്ദരികളും സുന്ദരന്മാരെന്ന് പറഞ്ഞൊരു സീരിയലിന് എനിക്കൊരു ഡാൻസറെ വേണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ ഡാൻസറെ കണ്ടു. ഞാൻ പറഞ്ഞു, വലിയ ഫാമിലിയിലെ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, സിനിമയിൽ എൻ്റെ ഒരു സീരിയലിൽ അഭിനയിക്കാവോ, ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. അയ്യോ, എനിക്ക് പറ്റില്ല പറഞ്ഞു. പറ്റില്ല. ഞാൻ പറഞ്ഞു സിനിമ ഞാൻ മോശപ്പെട്ട ഏരിയ ആണെന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇവര് അന്വേഷിച്ച് പറഞ്ഞു ഞങ്ങൾ ONV സാറിന്റെ ഒക്കെ ഒരു ബന്ധുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ONV സാറിനെ വിളിച്ചിട്ട് എന്റെ പേരൊന്ന് പറയും. അവര് ONV സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, എനിക്ക് അറിയുന്ന ആളാണ്, ധൈര്യമായിട്ട് വിടാം. അവർ വന്നു അഭിനയിച്ചു ആ സീരിയലിൽ. അതേപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു അന്വേഷണം. ഇയാൾ ജെനുവിനാണ്, ആദ്യം ജെനുവിനാണ്, ആരാണ് ഓപ്പോസിറ്റ് അറിഞ്ഞിരിക്കുന്നത്, ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ. ഇതൊരു സാമാന്യ നിലയ്ക്ക് ഉടനെ നമ്മൾ ഒരാളെയും ആദ്യമായിട്ട് വരുന്നൊരു കുട്ടിക്ക് വലിയ റോൾ ആരും കൊടുക്കില്ല. ഞാനാണെങ്കിലും ശരി, വന്ന് നമ്മുടെ ഒരു ഓഡിഷൻ നമ്മൾ ക്യാമറ ഒരു 4-5 ഡയലോഗ്, ഒരു 2 ഡയലോഗ് കൊടുക്കുമ്പോൾ അറിയാം ഈ കുട്ടിയുടെ കാലിബർ എന്താണെന്ന്. ആ കാലിബർ കണ്ടതിന് ശേഷം പുതുമുഖങ്ങൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ കാലിബർ നോക്കിയിട്ടേ ചെയ്യുള്ളൂ, മറ്റൊന്നും നോക്കൂല. ടീച്ചറെ അവരോട് സെക്ഷൽ ആയിട്ടുള്ള ഒരു കാരണം എനിക്ക് വേണ്ടുന്ന ആർട്ടിസ്റ്റാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് വേണം. അപ്പൊ ആ ആർട്ടിസ്റ്റിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ
റെമ്യൂണറേഷൻ കൊടുക്കത്തേ ഇല്ല. ആദ്യത്തെ സിനിമയിൽ വരുന്നതിന് ഒരു ടോക്കൺ തരും കേട്ടോ, അത്രേ ഉള്ളൂ പറയും. ആരും കൊടുക്കാറില്ല. ഇപ്പം ഞാൻ കൊണ്ടുവന്ന നടിയാണ് കുംകിയിലെ ലക്ഷ്മിനെ ഞാനാണ് ഹീറോയിനായിട്ട് കൊണ്ടുവന്നത്. ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മനോജ് കെ ജയനെ നടനായിട്ട് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യത്തെ സിനിമയ്ക്ക് അവർക്കൊന്നും ഞാൻ കൊടുത്തിരിക്കുന്നത് 5,000 rupees ഇട്ടാണ് അവർ പ്ലസ് നമുക്ക് കൺവെൻസ് കൊടുക്കും. ഇത്രയും ചെയ്യുള്ളൂ. അതല്ലാതെ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഇപ്പോഴാണെങ്കിലും കൊടുക്കൂല. ഇപ്പോഴും ആരും കൊടുക്കൂല. ആ എമൗണ്ട് ഒന്നും പറയുകയില്ല. അത്രയും വലിയ എമൗണ്ട് പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം, ഇത് മറ്റു രീതിയിൽ ഉപയോഗിക്കാനാണുള്ളത്. അപ്പൊ ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ സിനിമാക്കാർക്ക് ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മളൊന്ന് അന്വേഷിച്ചതിന് ശേഷമേ പോകുള്ളൂ. പിന്നെ ഒന്ന്, അമ്മയും കൊണ്ട് പോകരുത്, അച്ഛനെയും കൊണ്ട് പോകണം. ഒരു പെൺകുട്ടി അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മേനെയാണ് ഇവർ ആദ്യം വീഴ്ത്തുക. അമ്മയ്ക്ക് എന്താണ്, അമ്മ പോയി കഴിഞ്ഞാൽ അമ്മേന്റെ അടുത്ത് ഇവര് വലിയ സ്വപ്നങ്ങള്, നല്ല കഴിവുണ്ടോ, നല്ല മുഖാട്ടോ, പെട്ടെന്ന് കത്തി കയറും കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും, ഇതിന് സപ്പോർട്ട് ചെയ്യും. ഒന്ന് കണ്ണടച്ച മോളെ എന്ന് പറഞ്ഞു പോകും. എപ്പോഴും ബലഹീനത വരുന്നത് ഈ അമ്മമാരിൽ നിന്നാണ്. അതേസമയത്ത് അച്ഛനാണെങ്കിൽ അത്രയല്ല, എന്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം അവർ കട്ടി, അല്ലെങ്കിൽ എന്റെ ആങ്ങളെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. ഒരു വിധപ്പെട്ട ആളുകൾ എന്റെ ആങ്ങളെ കൂടെ ഉണ്ടാവും, അതിന് പറ്റെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ റോങ് ആണെങ്കിൽ അപ്പൊ കട്ടി വരും. അമ്മയെ വേണം കൊണ്ടുവന്നോ, അനിയത്തിയെ വേണം കൊണ്ടുവന്നോ എന്ന് പറയുക. അപ്പൊ അവിടെ നമുക്ക് ഈ സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല, എവിടെയാണ് സെറ്റ് താമസിക്കാൻ പറ്റില്ല. നമ്മൾ പുറത്ത് സഹിക്കുക, നമ്മൾ പുറത്ത് താമസിക്കുക, രാവിലെ പോവാ, ലൊക്കേഷനിൽ പോവാ, തിരിച്ചു വരിക. ഒരു ലോഡ്ജിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ ഇത് വരുന്നത്. അതിനകത്തേക്ക് പ്രത്യേക ലോകമാണ്. ഈ പറയുന്ന സിനിമയുടെ ലോഡ്ജിനകത്തേക്ക് കഴിഞ്ഞാൽ അവിടുന്ന് വേറെ നമുക്കൊരു നിയന്ത്രണവും ഇല്ല. നമുക്ക് ഒറ്റപ്പെട്ടു പോകും. ചിലപ്പോ ഭയങ്കര ട്രാപ്പ് ഉണ്ടാവും അതിനകത്ത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടികൾക്ക് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുക. മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലമായിരിക്കില്ല, ചിലപ്പോൾ സെപ്പറേറ്റ് ലോഡ്ജിങ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെൺകുട്ടികൾക്ക് സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗാർഡിയൻ തന്നെ ആയിരിക്കും കേട്ടോ. വെള്ളടിക്കുന്ന ആളായിരിക്കരുത്, ഈ പറയുന്നത് മറ്റുദ്ദേശത്തിൽ വീണ് പോകുന്നതാണ്. അങ്ങനെ ഒരു ഗാർഡിയനോട് കൂടിയേ പോകാവുള്ളൂ സിനിമ. ഞാൻ പറഞ്ഞുതരാം, ഇവിടുത്തെ കൊമ്പന്മാര് വിചാരിച്ചിട്ട് ദേഹത്തൊന്നും തൊടാൻ പറ്റാത്ത നായികന്മാര് കേരളത്തിലുണ്ടായിരുന്നു. എനിക്കറിയാം, അത്രയും ബോൾഡ് ആയിട്ടുള്ള നായികന്മാരുണ്ടായിരുന്നു. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ വരെ ശ്രമിച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത അത്രയും ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ കേരളത്തിലെ സിനിമയിലുണ്ടായിരുന്നു. അവരൊന്നും തുടക്കക്കാരായിരിക്കില്ല. ഇല്ല അല്ല, തുടക്കത്തിൽ വന്നിട്ട് പോലും അനങ്ങാൻ സമ്മതിച്ചില്ല ആർട്ടിസ്റ്റ്. എനിക്കറിയാവുന്ന അവര് ദേഹത്ത് തൊടാൻ പറ്റിയിട്ടില്ല, ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്ക് തുടങ്ങി. കാരണം അവര് അങ്ങനത്തെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒന്നില് പട്ടാളക്കാരുടെ മോഡായിരിക്കും. അങ്ങനെ ബോൾഡായിട്ട് വന്നവരെ, ഒരു ബോൾഡായിട്ട് വന്ന സ്ത്രീകളെ ആരും ഇതുവരെ ഉപദ്രവിച്ചില്ല. പിന്നെ ഇത് ചോദിക്കും, പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. ഇല്ല, ഇപ്പൊ അമൃതയോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ അമൃതയ്ക്ക് ആ ഒരു ബോൾഡ്നെസ് ഉണ്ടായി, ഒരു റിയാക്ഷൻ പവർ ഉണ്ടായി. എന്നാ പിന്നെ എനിക്ക് പൈസ വേണ്ട എന്ന് പറയാൻ അമൃതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ്. പിന്നെ അതുമല്ല സാറേ, ഇതെന്തുകൊണ്ടാണ് ഇതുവരെ ഇവര് റിയാക്ട് ചെയ്യാത്തത്? ഇപ്പോ തന്നെ എല്ലാം കൂടി ബൂം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വരുന്നത്, ബൂം ചെയ്ത്. എന്തുകൊണ്ടാണ് ഇതുവരെ അവര് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുവാണ്. സപ്പോർട്ട് കിട്ടാത്തത് ഒരു സൊസൈറ്റിയുടെ. ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ജനജീവൻ ചർച്ച കഴിഞ്ഞു വരിക, അവിടെ അഭയദേവ് പറഞ്ഞെന്നറിയോ, കംപ്ലൈന്റ് കൊടുത്ത ആള് ഒരാൾ വേശ്യയാണ്, ഒരാൾ തുണി അടിക്കുന്ന ആളാണ്. ഞാൻ തിരിച്ചു വേശ്യക്ക് ചോയ്സ് ഇല്ലെന്ന് വെച്ചാൽ, വേശ്യ ആരുടെ കൂടെ കിടക്കണമെന്ന് വേശ്യ തീരുമാനിക്കട്ടെ. ഇവരൊറ്റയ്ക്ക് വേശ്യാകത്തുമില്ല. അപ്പൊ ഇവര് അങ്ങനെ അങ്ങോട്ട് ആക്കുകയാണ്. അതായത് ഒരാള് കംപ്ലൈന്റ് പറഞ്ഞാൽ ഉടനെ അത് വേശ്യാണ്.
ഇപ്പൊ സിനിമയില് ഇപ്പൊ പരസ്പര ധാരണയോടുകൂടി ഉള്ളതൊക്കെ ഉണ്ടാവാം. അത് നമ്മൾ അതിനെ കുറിച്ച് വിടുക. അതിനാരും കംപ്ലൈന്റ് പറയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരങ്ങനെ പൊയ്ക്കോട്ടെ, അതിന്റെ മുകളിൽ അവരെന്ത് ആണ് ചെയ്തോട്ടെ. പക്ഷെ ഒന്നും അറിയാത്ത പുതിയ കുട്ടികൾ വരുമ്പോ ഈ ചെയ്യുന്നത് ദ്രോഹമാണ്. അത് ഈ പറയുന്ന ഈ ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികളെ വലയിലാക്കുന്നതും ഇതാക്കുന്നതും സിനിമാ ഫീൽഡാണ്. മറ്റൊരു ഫീൽഡിലും ഇതേപോലെയല്ല സ്വാതന്ത്ര്യം ഇല്ല. കാരണം സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. അവിടേക്ക് പോലീസ് കയറൂല. സിനിമാക്കാരുടെ ലോഡ്ജിലേക്ക് പോലീസ് കയറിയത് ടീച്ചർ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പൊ അടുത്ത കാലത്ത് ഈ ബ്രൗൺ ഷുഗറും കാര്യങ്ങളൊക്കെ വന്നപ്പോ പേരിനൊന്ന് കറങ്ങി പോവാ സാറേ, കാരണം സെൽഫി എടുക്കണല്ലോ പോലീസുകാരന് നടന്റെ കൂടെ. അപ്പൊ ആ ലോകം വേറെ ലോകമാണ്. അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കൊണ്ടുപോയ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ ആഗ്രഹം, നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് കളയണമെന്നുള്ള ആദ്യമേ തീരുമാനിക്കണം. അവിടെ ബോൾഡായിട്ട് നിൽക്കണം. പിന്നെ ബോൾഡായിട്ട് നിന്ന് ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊക്കെ എങ്ങനെയാ വരുന്ന വെച്ചാല് ഈ മീഡിയ നമ്മുടെ കൈ കിടക്കല്ലേ, യൂട്യൂബ് കിടക്കല്ലേ ടീച്ചറെ. കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്തുകൂടെ? പണ്ടത്തെ പോലെ ഇല്ല. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരാൾ നമ്മളെ തേടി വരും, ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ വരും. ഇതിന് മീഡിയ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏത് പെൺകുട്ടികളാണ് സിനിമയിൽ അഭിനയിക്കാൻ പോണോ, മീഡിയയെ കുറിച്ചൊന്ന് പഠിക്കണം. സിനിമ ആദ്യമായിട്ട് ഒരാൾക്ക് വന്ന് ഒറ്റ സ്ട്രെച്ചിൽ അഭിനയിക്കാൻ പറ്റില്ല. അതിന് ലാംഗ്വേജ് ഉണ്ട്, അത് പഠിക്കണം. ഇവിടെ സാറേ ഇപ്പൊ അമൃത തന്നെ തനിക്ക് സംഭവിച്ച ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരില് സൊസൈറ്റിയില്, ഫാമിലിയില് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയും മാനസിക പിരിമുറുക്കത്തിലൂടെയുമാണ് അത് കഴിഞ്ഞു പോകുന്നത്. ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കി തരാണ് അതിന്റെ ഭീകരത. ഇനി നാളെയുടെ ഭാവി, അതൊക്കെ അതിന്റെ ഇരിപ്പ് കണ്ടോ, അതിൽ തന്നെ ഉണ്ട് ഒരുപാട് ആശങ്കകള്. ആ ബോഡി, ഫിസിക്കൽ ബോഡി മാത്രമേ ഇവിടെയുള്ളൂ, മൈൻഡ് വേറെ എവിടെയോ ആണ്. ഞാനിത് തുറന്നു പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണല്ലോ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ്. ഇനി ഇതിന്റെ കരിയർ എന്താകും, അങ്ങനെ ആശങ്കയിലാണ്. ആ കുട്ടിയോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ സർ. ഇനി എങ്ങനെയാണ് ഇത് ബോൾഡായിട്ട് നമ്മൾ ബോൾഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ബോൾഡ്നെസ് തന്നെ നിൽക്കണം. നമുക്കൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ ഭയന്ന് പിന്മാറുമ്പോഴാണ് നമുക്കെന്തിനാ ഭയം? ഇയാളെടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനമാണ്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് തുറന്നു പറഞ്ഞു. അത് തുറന്നു പറഞ്ഞിട്ട് നാട്ടുകാർ കളിയാക്കുക, വീട്ടുകാരെ അതിന് വിട്ടേക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനേക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു പെണ്ണിന് വേണ്ടുന്നത് ബോൾഡ്നെസ്. ഞാനത് പറഞ്ഞു, നീ ചോദിച്ചാൽ ഇനിയും പറയും എന്ന് പറയുന്നിടത്ത തീരുമാനം. പിന്നെ ഇത് മാത്രമല്ലല്ലോ പ്രൊഫഷൻ. താങ്കൾ ഇയാള് ഞാൻ കേട്ടത് മറ്റേ ഇത് പഠിച്ചെന്ന് പറഞ്ഞ അല്ലേ, എന്താ മറ്റേ ജേർണലിസം പഠിച്ച കുട്ടിയല്ലേ? അപ്പൊ ജേർണലിസം ഇത് തന്നെ ഒരു സബ്ജക്ട് ആക്കി വർക്ക് ചെയ്യൂ. ഇപ്പൊ ഈ അനുഭവം തന്നെ ഒരു കാര്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്ത ടീച്ചർ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്തുകൂടെ? അപ്പൊ അതിലേക്ക് എടുക്കുക. ഇതിന്റെ നമ്മൾ പറയുന്ന ഉൾവഴികളിലൂടെ ഒന്ന് പോയി നോക്കുക എങ്ങനെയാണ് ഇത്. എന്താ പറയുന്നത്, ഇതിനോടുള്ളൊരു മാസ്മരികത ഒരിക്കൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നഷ്ടപ്പെടും. പുറത്തു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താണ് സ്ക്രീനിനെ കുറിച്ചുള്ളൂ. ആ സ്ക്രീനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എനിക്കൊന്നും അത് വലിയൊരു ക്രേസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ക്രേസ് ആണെങ്കിൽ ഒരു മാന്യന്റെ കമന്റ് ആണ്, ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കത്തില്ല എന്നതാണ് എന്റെ ഒരു വിശ്വാസം. ജോസ് എന്ന് പറയുന്ന ഒരു മാന്യന്റെ വിശ്വാസം. പുള്ളിയുടെ മകളും പുള്ളിയുടെ ഭാര്യയും പുള്ളിയുടെ പെങ്ങളും ഒക്കെ അതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അമൃതയെ പോലെയുള്ള ഒരുപാട് ഇരകൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ സാറിനെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അത് വലുത് തന്നെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ടീച്ചറെ ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ
ഒന്നും നടക്കത്തില്ല എന്ന് ഇപ്പൊ രാമസിംഹൻജിയെ പറഞ്ഞു. ഈ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് ലോഡ്ജിങ്ങിലേക്ക് വിടുന്ന സമയത്ത് നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ ബലാത്സംഗം പോലും ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള അനുഭവസ്ഥർ വെളിപ്പെടുത്തി വന്നു. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കൂലേ സിനിമയിൽ? ഇപ്പോ രാമസിംഹൻജിയെക്കാട്ടിൽ എക്സ്പീരിയൻസ് നമുക്കില്ല ഈ വിഷയത്തിൽ. 1977 മുതൽ സ്ക്രീനിന് മുന്നിൽ കാണുന്ന മുഖങ്ങളും പിന്നിൽ കാണുന്ന മുഖങ്ങളും മൾട്ടി പേഴ്സണാലിറ്റീസിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകളുടെ ഒരു പുസ്തകമാണ് ഈ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇത്. ജെട്ടിയിടാൻ പോലും സമ്മതിക്കാത്ത നടിമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇതൊരു ഭീകര മാഫിയയാണ്. ഇപ്പൊ നമ്മൾ ഈ മോളോട് പറയുന്നു, മോളെ റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം, ബോൾഡ്നെസ് വേണം, നീ ശക്തയാണ്, നീ വിചാരിക്കുന്നതിനേക്കാൾ കഴിവുള്ള പെൺകുട്ടിയാണ് നീ. പക്ഷേ അവൾ അനുഭവിക്കുന്ന മെന്റൽ ട്രോമ അവൾ മാത്രമേ ഫേസ് ചെയ്യാനുണ്ടാകൂ. കാരണം ഇനിയിപ്പോ ഈ പെൺകുട്ടി പ്രതികരിച്ചു പോയി, ഇതിന്റെ പിന്നിലുള്ള ആളുകൾ നിസ്സാരന്മാരല്ലല്ലോ. അവർ ഈ കുട്ടിയെ ഒരുപക്ഷെ വേട്ടയാടിയേക്കാം, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ. അല്ലെ രാമസിംഹൻജി, ഒരാളെ ടാർഗറ്റ് ചെയ്തു പോയാൽ, ഇപ്പൊ ദാണ്ടെ ബാബുരാജ് പറയുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ രൂപത്തിലുള്ള പണമാണ്, ഞാൻ അമ്മയുടെ തലപ്പത്ത് വരുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയാണ് ഈ പണം. സിദ്ദീഖ് പറയുന്നു ഇതിന്റെ പിന്നില് വ്യക്തമായ രൂപത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംഘടിതമായ രൂപമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഇപ്പൊ ഈ പെൺകുട്ടി സിനിമയിലേക്ക് പോയത് അതിന് വ്യക്തമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇപ്പം സോണിയ മൽഹാർ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തുടക്കത്തിൽ തന്നെ. അപ്പൊ ഇവരൊക്കെ സിനിമാ മോഹവുമായിട്ടാണ് ഇവരുടെ കണ്ണികളിൽ അകപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇവര് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവർ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഒരിക്കലും എന്നെ തൊടാൻ പറ്റില്ല, തൊട്ടാൽ ചെകിടടിച്ച് ഞാൻ പൊളിക്കും എന്ന് പറയുന്ന പെൺകുട്ടികള് നിന്നിട്ടുണ്ട് എന്ന് പറയുന്നു, സിനിമയിൽ ഇന്നും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വരില്ല. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇവരവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതല്ല, അതിന് വേറെ ഒരു ബോൾഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മളിത് കംപ്ലൈന്റ് കൊടുക്കണം. ഒന്ന് ഫോൺ നമ്പർ ഉണ്ട്, കുട്ടികളിൽ ഫോൺ നമ്പർ കാണും, വിളിച്ച ആളുടെ ഫോൺ നമ്പർ കാണും. കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സേഫാണ് നമ്മള്. കാരണം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അയാൾ സിനിമാക്കാരനാണോ അല്ലേ എന്നുള്ളത് കംപ്ലൈന്റ് കൊടുത്തിട്ടണം. ഇപ്പൊ അത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കാരണം അയാൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ആദ്യം അറിയണമല്ലോ. അത് പോലീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ആ വ്യക്തി ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ തിരിച്ചറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നടപടിക്ക് പോയി. ഇവരൊക്കെ ബീരിക്കള ടീച്ചറെ, ഇതിൽ ശരിയാണ് ഈ പറയുന്ന കൊലകൊമ്പന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ശക്തിയും പണവും ഉണ്ട്. പക്ഷെ ഈ താഴെ വീഴുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല. അവരൊന്നും അത് നമ്മൾ വെറുതെ പഠിക്കുന്ന. അവർക്ക് ഇപ്പൊ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ഉണ്ടാകുന്ന പവറൊന്നും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ള ഈ സൂപ്പർ സ്റ്റാറുകളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് വെറുതെ ഈ ഒട്ടി നിൽക്കുന്ന ഒട്ടുസ്രാവുകൾക്കും കുറച്ച് വില ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ട ഇതാ. ഇതില് ഇങ്ങനെ ട്രാപ്പഡ് ആയിട്ട് പിന്നെ വന്ന ജീവിതങ്ങളെ ഒരുപാട് എനിക്കറിയാം. അതില് എനിക്ക് സങ്കടകരമായിട്ട് എനിക്ക് വളരെ എപ്പോഴും എൻ്റെ അടുത്ത് വരികയും സഹായിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവസാനം മൈസൂരില് ആ ടീച്ചറെ, ആ പെൺകുട്ടിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. എന്നിട്ട് അവസാനം ഒരു ദിവസം ഞാൻ കേട്ടു മൈസൂരിൽ എല്ലാവരും സൂയിസൈഡ് ചെയ്തു. ഒരു കുടുംബം മൊത്തമായിട്ട് സൂയിസൈഡ് ചെയ്തു. സാറേ, നമ്മള് ഇതിന്റെ ഭീകരതയെ നോക്കിക്കാണുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിലേക്ക് ചേക്കേറിയ ആളുകൾക്ക് വളരെ വ്യക്തമായ രൂപത്തിൽ അജണ്ടകളുണ്ട്. അത് ഹിഡൻ അജണ്ടയാണെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടയിലും പുഴുവിലും വാരിയംകുന്നലിലും ഒക്കെ കണ്ടതാണ്. അപ്പൊ അവര് എല്ലാം രണ്ടും കൽപ്പിച്ചവരെന്നല്ല, മൂന്നും കൽപ്പിച്ചിറങ്ങിയ ആളുകളാണ്. അപ്പൊ അവരൊക്കെ സിനിമാ മേഖല ഏതാണ്ട് ഹൈജാക്ക് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇവരെ പ്രതിരോധിക്കാൻ എങ്ങനെ സാധാരണക്കാരന് സാധിക്കും? കഴിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെ, ഞാൻ 10 കൊല്ലമായിട്ട് പടം ഇല്ലാതിരിക്കുന്ന ഒരവസാനിച്ചു. എത്രയോ സൂപ്പർ ഹിറ്റ് പടം ഉണ്ടാക്കിയാളാണ് ഞാൻ. 2010 ഇവർക്കെതിരായിട്ട് ഒരു സിനിമ ചെയ്തതിനു ശേഷം ടീച്ചർക്ക് അറിയോ, തിയേറ്ററിൽ നിന്ന് വരെ പടം എടുത്ത് മാറ്റി എന്റെ റിലീസ് ചെയ്തിട്ടേ ആ തിയേറ്റർ ഓടാൻ സമ്മതിച്ചില്ല ഇവര്. കാരണം അതില് ഇപ്പൊ മമ്മൂട്ടി നമ്മൾ വിചാരിക്കും നടനാണ്. മമ്മൂട്ടി നടനല്ല. മമ്മൂട്ടി നടനാണ്, പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, തിയേറ്റർ ഓണറാണ്. മോഹൻലാല് നടനാണ്, പ്രൊഡ്യൂസറാണ്, തിയേറ്റർ ഓണറാണ്,
ഇതെല്ലാം ഇവരുടെ കയ്യിലാണ്. മോഹൻലാലിന് എത്ര തിയേറ്റർ കേരളത്തിലുണ്ട് വിചാരിച്ചിട്ടാണ്, ധാരാളം തിയേറ്റർ ഉണ്ട്. അപ്പൊ ഇവർക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്റെ സിനിമ പുറം ലോകം കാണിക്കേണ്ടവരെ കാണിക്കണ്ട. അച്ഛൻ ഈ തിരങ്ങനെ വെച്ച് ചെയ്ത് അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണിക്കാൻ 4 തിയേറ്റർ എനിക്ക് കാണിക്കാൻ പറ്റിയത്. അതും ഞാനും ഭാര്യയും കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് KSFDC മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നു പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് 4 തിയേറ്റർ KSFDC തന്നത്. ഈ വലിയ മല്ലന്മാരോട് മത്സരിച്ച് ജയിച്ച ഒറ്റ ആളെ ഉള്ളൂ, അത് ഞാനാ. പക്ഷെ നമ്മുടെ ജീവിതം പോകും, നമ്മുടെ വരുമാന സ്രോതസ്സും കാര്യങ്ങളൊക്കെ പോകും ഈ മല്ലന്മാരോട് മല്ലിട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അതിലില്ല. അപ്പോ ഈ ഗ്യാങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ ഇത് വന്നു കഴിഞ്ഞാലും ശരി, ഇവരിത് തുടരും. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ഇത്രയും ദിവസമായിട്ട് കമാന്നൊരു അക്ഷരം ബി ഉണ്ണികൃഷ്ണൻ വേണ്ടിയിട്ടുണ്ടോ? ഫെഫ്കയുടെ ആൾക്കാരാണ്. ഇതിൽ രഞ്ജിത്ത് ഫെഫ്കയുടെ മെമ്പറാണ്, അതും കൂടി അറിയിക്കണം. പക്ഷെ ഫെഫ്ക അനങ്ങിയിട്ടുണ്ടോ? അനങ്ങിയിട്ടില്ല, അവരനങ്ങിയില്ല. ഇതിപ്പം അമ്മ വിരിച്ചു വിട്ടു, അടുത്ത പുതിയ കമ്മിറ്റി വരും, ശരി, നല്ല വന്നാൽ നല്ലത്. പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പ്രയാസമാണ് ഈ സിനിമയുടെ. പിന്നെ ഉള്ളത് ഓരോരുത്തരും അവനവനെ കീപ്പ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവനവനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ചെറിയ കൂട്ടായ്മയിലൊക്കെ ഉണ്ടാക്കി ചെറിയ സിനിമകളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതിൽ വന്നിട്ട് അവർ സിനിമാക്കാരായിട്ട് മാറുക. ബോൾഡായിട്ടുള്ള ഒരു മോളാണെങ്കിൽ ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തിട്ട് എനിക്ക് ജേർണലിസം പറ്റും, അപ്പൊ ഇതിനകത്ത് പഠിക്കണം, സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഞാനൊക്കെ അങ്ങനെയാ പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് സ്വന്തമായിട്ട് നമുക്കിപ്പം ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങളൊന്നും വേണ്ട, മൊബൈൽ ഫോൺ മതി. മൊബൈൽ ഫോൺ ഉണ്ടാക്കി സിനിമയ്ക്ക് ഒരു ഓസ്കാർ കിട്ടിയ കാലഘട്ടമാണ്. യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്നെ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള കഴിവ് പുറത്തു കൊണ്ടുവരണം. അതിന് സിനിമ മാത്രമല്ലല്ലോ, സിനിമയേക്കാൾ ശക്തമായിട്ടുള്ള മീഡിയ ആണത് സോഷ്യൽ മീഡിയ. അപ്പൊ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ധാരാളം പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി ഏതാണ്, ഈ ആർട്ടിസ്റ്റ് ഏതാണ് എന്ന് പോയിട്ട് തപ്പിയെടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ചിലപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ കഴിവുണ്ടെങ്കിൽ നമുക്ക് ആ കഴിവ് വെച്ചിട്ട് കയറി ആര് തടഞ്ഞാലും ഒരു ഈ മേഖല കേട്ടോ, ഈ എന്താണ് മെയിൻ മേഖലയിൽ നമുക്ക് കയറാൻ പറ്റൂല. അത് വേറെ കാര്യം. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കൂടെയൊന്നും അഭിനയിക്കണം എന്നില്ല. ഞാൻ ഈ സൂപ്പർ സ്റ്റാർ വെച്ച് സിനിമ ചെയ്തിട്ടില്ല. എന്റെ ആർട്ടിസ്റ്റ് ആരായിരുന്നു? ജഗതി, കൽപ്പന, KP ശ്രീലത, ഇങ്ങനെ തിലകൻ ചേട്ടൻ, ഇങ്ങനെയുള്ള വയസ്സന്മാരെ വെച്ചിട്ടും ഈ ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ ഉണ്ടാക്കിയത്. സൂപ്പർ ഹിറ്റ് ആക്കിയതും അങ്ങനെയുള്ള സിനിമ വെച്ചിട്ടാണ്. നമ്മളൊന്നും ഒരിക്കലും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പുറകെ ഡേറ്റ് നോക്കി പോയിട്ടില്ല, ആ വഴിക്കേ പോയിട്ടില്ല. എന്നെ കൊണ്ടെന്ത് കഴിയാം. അപ്പൊ ഓരോ കുട്ടികളും വന്ന് എന്നെ കൊണ്ടെന്ത് കഴിയാൻ പറ്റുമോ അത് ചെയ്യാൻ. ഞാൻ ഇതിന്റെ പുറകെ പോകണ്ട, അവരെന്റെ പുറകെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ, അങ്ങനെ തീരുമാനിക്കുക. പേടിക്കൊന്നും വേണ്ട. തുറന്നു പറഞ്ഞു എന്നുള്ളത് ഒരു പേടിയും വേണ്ട. നമ്മൾ ബോൾഡായിട്ട് ഇരിക്കുക. ഒന്നും വേണ്ട. അമൃതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ജാമിത ടീച്ചറെ കിട്ടിയ അപ്പം ഇങ്ങനെ തുണ്ടാക്കി എന്താണ് കറി വെച്ച് കഴിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ ടീച്ചർ ഇവിടെ ജീവിക്കുന്നില്ലേ? എണ്ണ കിട്ടിയാലും അരച്ച് കലക്കി ജ്യൂസാക്കി കുടിക്കാനുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ? സെൻട്രൽ ഇന്റലിജൻസും സ്റ്റേറ്റ് ഇന്റലിജൻസും വന്നിട്ട് നിങ്ങളെ കൊല്ലും, ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ലേ? അതിനൊന്നും ഒരു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക, ശ്രമിക്കുക. ഈ രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഏതാണോ രംഗത്ത് എത്താൻ പറ്റുന്നത് അവിടെ എത്തുക. ചെറിയ ചെറിയ വർക്ക് ചെയ്ത് ചെറിയ വർക്ക് ജോലി ചെയ്യണം. ഈ സിനിമ സെക്കൻഡറിയാണ്, അതവിടെ നിന്ന് കിടന്നോട്ടെ. ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്തേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്തും. പക്ഷെ അതിലൂടെ ഈ പറഞ്ഞ ജേർണലിസ്റ്റ് ചെയ്യാം. അതിലും ബോൾഡായിട്ട് ലോകത്ത് ഫ്രീലാൻസ് ചെയ്താൽ പോലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അപ്പൊ പഠിച്ചത് കൊണ്ടുപോവുക, അതിന്റെ കൂടെ
ഇതൊരു പാഷനാക്കി ഭ്രാന്താക്കി എടുക്കരുത്. അതവിടെ കിടന്നോട്ടെ. അത് എത്താനുള്ള സമയമാകുമ്പോൾ എത്തും, അവസരം കിട്ടുമ്പോൾ എത്തും എന്ന് കരുതി. ഓക്കെ, എന്തായാലും അമൃതയ്ക്ക് ഒരുപാട് ആളുകൾ പിന്തുണയായിട്ടുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങൾ നിയമത്തിന്റെ വശങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് അമ്മയായാലും അമൃതയായാലും കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പം അതിന് പൂർണ്ണ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്തായാലും നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു. നിങ്ങൾ തനിയെയല്ല, ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. കാരണം നിങ്ങൾ വലിയൊരു മാതൃകയാണ്. ഇനി വരാനിരിക്കുന്ന ഒരുപാട് സിനിമാ മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഒരുപാട് കുട്ടികളായിക്കോട്ടെ, അതല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ പോലും അവർക്കൊക്കെ നിങ്ങളൊരു മാതൃകയാണ്. ഇനി കൈവെക്കാൻ വരുന്നവന്റെ കൈ ഒന്ന് വിറയ്ക്കണം. അമ്മ എന്ന് പറയുന്നത് അമ്മയല്ല, വെറും മാമമാരാണ് എന്ന് കാണിച്ചു കൊടുത്ത, ഈ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്ത ധീര വനിതകളാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ നിയമ പോരാട്ടം ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അമൃതയ്ക്ക്? എനിക്ക് എന്തെന്നാലും നല്ല ടീമുകളുണ്ട്, ഫിലിമിൽ നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവര് വിളിക്കുമ്പോ എന്തായാലും ഞാൻ പോവാതിരിക്കത്തില്ല. എനിക്ക് അഭിനയം എന്ന് പറയുന്നത് അതിന്റെ പാഷൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടമുള്ള മേഖല തന്നെയാണ്. അപ്പൊ നല്ല ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പോവും. പക്ഷെ ഈ ഫിലിം മേഖലയിൽ നമുക്ക് ഒരു ശുദ്ധികലശം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഇത് അത്രയും അതിക്രമിച്ചു. പണ്ടുള്ളവര് ചെയ്ത കാര്യങ്ങൾ ഇപ്പം അത് വെളിപ്പെടുത്തുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു തലമുറയല്ല. അപ്പോ നമുക്ക് എല്ലാവർക്കും എന്നെ പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ കഴിവുള്ളവരും കഴിവില്ലാത്തവരും എങ്ങനെയെങ്കിലും ഒരു മുഖം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ അഭിനയിക്കണം. എനിക്കിനി അഭിനയിക്കാനാണ്, എനിക്കും അതിനെ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ കയറണം, എന്തെങ്കിലും കയറണം. പക്ഷേ കേറുന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടത്തുക, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്തിയിട്ട് കയറണം എന്ന് തന്നെയാണ് എനിക്ക് ഉള്ളൊരു വാശി എന്ന് പറയുന്നത്. കാരണം കാലം അത് അതിക്രമിച്ചു കഴിഞ്ഞു. എന്തായാലും മാറുക തന്നെ വേണം ഈ സിനിമാ മേഖല മാറാൻ. കാരണം ഇത് വലിയൊരു മേഖലയാണ്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് കഴിവുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉള്ള ഒരു മേഖല. അതായത് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലത്ത് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ വലിയ മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കേണ്ട ഇടത്ത് ഇത്തരം ഒരു ആഭാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം, അല്ലെങ്കിൽ സ്ത്രീകളെ വെച്ചൊരു സ്ത്രീകളുടെ കണ്ണീര് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രവണത മാറണം. അത് സമയം കഴിയണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം, അത് എനിക്ക് ഈ ഒരു അവസരം എനിക്കത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞത് എനിക്കത് വളരെ സന്തോഷമേ ഉള്ളൂ. ഇനിയെങ്കിലും ആൾക്കാർ ഇത് പ്രതികരിച്ച് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും കൂട്ടിച്ചേർക്കാനുണ്ടോ സാർ? ഇല്ല, ബോൾഡായിട്ട് നിൽക്കുക, അത്ര തന്നെ ഉള്ളൂ, ഭയപ്പെടാതിരിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ തിരശീലയിൽ കണ്ട നായകന്മാരല്ല, യഥാർത്ഥത്തിലുള്ള താരങ്ങളല്ല അവർ വെറും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മമാരല്ല, കോഴികളാണ് വെറും എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 14 വർഷം, എത്രയും സാർ തിലകൻ സാർ പോയിട്ട്? തിലകൻ സാറിന് മറ്റേ ഇതിന്ന് പുറത്താക്കിയിട്ട് 14 വർഷമായി. 14 വർഷം. തിലകൻ സാറിലേക്ക് അന്നത്തെ മരിച്ചിട്ട് 10-11 വർഷമായി. നമ്മളെക്കാൾ മുൻപേ കടന്നുപോയ ആ സമയത്ത് കൃത്യമായിട്ടും അദ്ദേഹം തന്നെ പച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ്. അത് കേൾക്കുക മാന്യ പ്രേക്ഷകർ. അവിടെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു, അന്ന് ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എന്നുള്ളത് കണ്ടെത്തിയ അദ്ദേഹത്തെ അതിനുശേഷം പോലും, അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം പോലും രാമസിംഹൻജിയുടെ സിനിമയിൽ അദ്ദേഹത്തെ അഭിനയിച്ചതൊക്കെ നമ്മൾക്കറിയാം. അതിനുശേഷമൊക്കെ രാമസിംഹൻജിക്ക് വന്ന ഒരു അപ്രഖ്യാപിത വിലക്ക്, ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് എന്നൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു നമ്മൾക്ക് മുൻപിൽ. ഇതൊക്കെ മാറേണ്ടതുണ്ട്, മാറും എന്നുള്ളത് തന്നെയാണ്. കാലം എല്ലാത്തിനും അതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൃത്യമായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ടുള്ള രാമസിംഹൻജി ആയാലും അമൃതയായാലും ജാമത ടീച്ചറായാലും എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ എന്തായാലും അമൃത ബി ബോൾഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും ഈ ബോൾഡിനെസ് കീപ്പ് ചെയ്യുക, തുടർന്നും ധീരമായി തന്നെ മുന്നോട്ട് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തൽക്കാലം ഈ രാത്രി നമുക്ക് ഇവിടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.